ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പൊ നമ്മുടെ FM-ന്റെ ജൂൺ 2026 എന്ന് പറയുന്ന സെഷനിലെ മാരത്തോണിന്റെ ഡേ 1 ആണ് ഇന്ന്. അപ്പോ നമ്മൾ ഈ 2 ദിവസവും പ്രീ മോക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ACC അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫുൾ മോക്ക് വരുന്ന പ്രീ മോക്ക് എക്സാം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡേയിൽ സെക്ഷൻ A ആൻഡ് B മാത്രമായിരിക്കും ചെയ്യുന്നത്. സെക്കൻഡ് ഡേയിലായിരിക്കും നമ്മൾ സെക്ഷൻ C's ചെയ്യുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ACCന്റെ സൈറ്റ്. അതിലെ CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ്, ഇതിപ്പോ ഞങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ലിസ്റ്റാണ്, ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സസിൽ ചെയ്താണ്. സൈറ്റിൽ കയറിയാൽ പാസ്റ്റ് എക്സാംസ് ഉണ്ടാവും. പാസ്റ്റ് എക്സാംസ് CB പ്ലാറ്റ്ഫോമിൽ കയറിയ പാസ്റ്റ് എക്സാംസ് ഉണ്ടാവും. ആ പാസ്റ്റ് എക്സാമുകൾ ഓരോന്നിലും ഓരോ സെക്ഷൻ സീസിൽ 2 സെക്ഷൻ സി വെച്ചിട്ടുണ്ടാവും. പണ്ട് ഇല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ചിലതൊക്കെ നിങ്ങളുടെ കപ്ലാൻ മീറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതല്ലാണ്ട് ഇപ്പൊ 2025 പബ്ലിഷ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ കപ്ലാൻ മീറ്റിൽ വന്നിട്ടില്ല. അപ്പൊ നിർബന്ധമായിട്ടും അതും സൈറ്റിൽ തന്നെ ചെയ്തു നോക്കണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നോർമലി എക്സലില് സാധാരണ ചെയ്യുന്ന പോലെ, അല്ലെ ഗൂഗിൾ ഷീറ്റിൽ ചെയ്യുന്ന പോലെ അല്ല ACCന്റെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന എക്സൽ. അപ്പൊ അതിലേക്ക് വരുമ്പോഴുള്ള ചേഞ്ചസ് എല്ലാം അറിയാൻ വേണ്ടി എക്സാമിന് പോയി ഡയറക്ട്ലി അത് ഫേസ് ചെയ്യാണ്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന്. ഓക്കെ ആണോ പറയുന്നത്? യെസ് ഓർ നോ പറയോ ഉള്ളൊരു? ഓക്കെ. അപ്പൊ അതില് നമ്മുടെ അസൈൻമെന്റ്സ് എടുത്തിട്ട് പ്രീ മോക്ക് എന്ന് പറയുന്ന ഇത് കാണാം. അത് നിങ്ങൾ അസൈൻ ചെയ്യുക. അസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലെ ഇവിടെ ഉണ്ടാവും. അപ്പൊ ആദ്യം ഞാൻ സ്റ്റാർട്ട് കൊടുക്കുന്നു. ആർ യു റെഡി ടു സ്റ്റാർട്ട് എക്സാം? യെസ് കൊടുക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് മാരത്തോൺസ് എടുത്തപ്പോൾ ഒക്കെ പ്രീ മോക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞൊരു 3-4 അറ്റംപ്റ്റിൽ വന്നിട്ടുള്ള പ്രീ മോക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പ്രീ മോക്കാണ് ഇപ്രാവശ്യത്തെ. കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തേക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഹാർഡറാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹാർഡറാണ് ഇപ്രാവശ്യം. എന്നാലും സുഖമായിട്ട് എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്ന ഒരു മോക്ക് എക്സാം തന്നെയാണ്. ക്വസ്റ്റ്യൻസ് ഇനീഷ്യലി വരുന്ന സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് അടിക്കുന്നു. എല്ലാ സ്ക്രീനും ഫുള്ളി സ്ക്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് അടിക്കാൻ പാടുള്ളൂ, എന്നാലേ നെക്സ്റ്റ് പോകുള്ളൂ. അപ്പൊ ഞാൻ സൈറ്റ് ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം, ഫസ്റ്റ് ടൈം സൈറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. സെക്ഷൻ A സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് കൊടുത്തു. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നത്. ഇപ്പൊ സൈറ്റില് ഈ സൈറ്റ് കാണുമ്പോൾ ഇപ്പൊ ഇങ്ങനെയാ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഉണ്ടാവുക. ഓപ്പൺ ആയി വന്നിട്ട് ഒരു MCQ ആണ്. അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ കൂടെ സ്ക്രാച്ച് പാഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ലെഫ്റ്റിൽ ഇവിടെ സ്ക്രാച്ച് പാഡ് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രാച്ച് പാഡ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യില്ല, കാരണം നമുക്കൊരു പേപ്പറും പെന്നും തന്നിട്ടുണ്ടാവും എക്സാമിന്. ആ പേപ്പറും പെന്നും വെച്ച് തന്നെയായിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രിബിൾ ഡൗൺ ചെയ്യാം. രണ്ടാമത് ഹൈലൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സാധാരണ എക്സലിൽ ക്ലാസ്സസിലൊക്കെ ചെയ്യുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ഇത് ഒരു ഫുൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ള ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സ്ട്രൈക്ക് ത്രൂ ചെയ്യാം, കട്ട് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ ഇവിടെ ഒരു കാൽക്കുലേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ക്ലാസ്സസിൽ ചിലപ്പോൾ നോർമൽ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കും. നോർമൽ കാൽക്കുലേറ്ററിൽ മിക്ക കാൽക്കുലേഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ഈ ഗ്രോത്തിന്റെ കാൽക്കുലേഷൻ ഒക്കെ പോലത്തെ ചില റെയർ ആയിട്ടുള്ള 3-4 കാൽക്കുലേഷൻ നമുക്ക് നോർമൽ കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റില്ല. റേസ് ടു 1/, എന്നൊക്കെ പറഞ്ഞ് വരുന്ന കാൽക്കുലേഷൻ ഒന്നും നോർമൽ ഇതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ കാൽക്കുലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ എടുത്തു നോക്കിയാൽ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ വരുന്ന കാണാം. അപ്പൊ നിങ്ങൾക്ക് നോർമൽ കാൽക്കുലേറ്റർ ഉള്ള ഒരാളാണെങ്കിൽ സയന്റിഫിക്കിൽ വരുന്ന ഈ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് ചെയ്യാനുള്ള കാൽക്കുലേഷൻസ് ഇവിടെ ഈ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ മതി. സാധാരണ കീബോർഡിൽ ജസ്റ്റ് ഓരോന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എക്സലിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ വന്നോളൂ. ഓക്കെ ആണോ? ഇനി ഇതല്ല, ഈ സയന്റിഫിക് എന്നുള്ള ഓപ്ഷൻ മാറ്റി സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നോർമൽ കാൽക്കുലേറ്ററും വരും, സാധാരണ കാൽക്കുലേറ്ററും ഉണ്ടാവില്ല. അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് സൈറ്റിൽ തന്നെ അവൈൽ ചെയ്യാം. ഇനി ലെഫ്റ്റിൽ താഴെ ഹെൽപ്പ് അല്ലെങ്കിൽ ഫോർമുല ഷീറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിൽ ഈ മേലെ ഫോർമുല ഷീറ്റ് എടുത്താൽ നമുക്ക് എക്സാമിന് വരുന്ന പ്രസന്റ് വാല്യൂ ടേബിള്, ആന്വിറ്റി ടേബിള്, അതേപോലെ തന്നെ വരുന്ന കുറച്ച് ഇക്വേഷൻസ്, നമുക്ക് പഠിക്കാനുള്ള കുറെ ഇക്വേഷൻസിലെ ചില ഇക്വേഷൻസ് മാത്രം ഇവിടെ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് റെഫറൻസിന് യൂസ് ചെയ്യാം. പ്രസന്റ് വാല്യൂ ടേബിളും ആന്വിറ്റി ടേബിളും എന്തായാലും നമുക്ക് ആവശ്യം വരും. എവിടെയെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യനിലായിട്ട് ഈ പ്രസന്റ് വാല്യൂ ടേബിൾ, ആന്വിറ്റി ടേബിൾ നമുക്ക് ആവശ്യം വരും. അടുത്ത ഇവിടെ ഇങ്ങനെ പ്രീവിയസ്
അതേപോലെ തന്നെ നാവിഗേറ്റർ നെക്സ്റ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. നാവിഗേറ്റർ എടുത്താൽ ഉള്ള ക്വസ്റ്റ്യൻസ് മൊത്തം കാണാം. ഈ എക്സാമിൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 35 ക്വസ്റ്റ്യൻ. ഈ 35 ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ്ലി ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലേക്ക് പോകണമെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ കുറെ ചെയ്തിട്ട് ഇടയ്ക്ക് ഏതെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അൺസീൻ ആണ്, ഞാനതൊന്നും കണ്ടിട്ടില്ല ഓരോന്നും ചെയ്യുമ്പോൾ. ഇതിന്റെ ആൻസർ ഞാൻ കണ്ടു, ആൻസർ ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് നടക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഞെക്കിയാൽ കംപ്ലീറ്റ് എന്നുള്ള പോലെ വരും. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോൾ ലാസ്റ്റ് എല്ലാം മിസ്സാവാണ്ട് ചെയ്തില്ലേ എന്നുള്ളതിന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു ഫ്ലാഗ് ഫോർ റിവ്യൂ ഉണ്ട്, ഫ്ലാഗ് ഫോർ റിവ്യൂ. ഈ ഫ്ലാഗ് ചെയ്യാന്ന് വെച്ചാൽ കൊടി കുത്തി വെക്കുക എന്നാണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ശ്രമിച്ചിട്ടും നമ്മളെ കൊണ്ട് കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യന്റെ മേലെ ഒരുപാട് സമയം ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന് സമയം കളയാത്തതാണ് നല്ലത്. അപ്പൊ അത് നമ്മൾ അപ്പൊ ഫ്ലാഗ് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യന്റെ മേലെ കൊടി കുത്തി വെക്കുക. എന്നിട്ട് പിന്നീട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും വരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഫ്ലാഗ് ചെയ്തു, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കൊടി കത്തി കിടക്കുന്നതാണ്. എന്നിട്ട് നാവിഗേറ്റർ എടുത്താൽ ഇവിടെ കാണാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ നേരെ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലാഗ് എന്ന് പറയുന്നത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരണം, ഏതായിരുന്നു എനിക്ക് ആ സംശയമുള്ള ക്വസ്റ്റ്യൻ അറിയാൻ വേണ്ടി ഈ ഫ്ലാഗ് നോക്കിയാൽ മതി. ഈ ഫ്ലാഗ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ആ ആൻസർ കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാഗ് എടുത്ത് ഒഴിവാക്കാം. സൈറ്റ് ഓക്കെ ആണോ? സൈറ്റിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ ആയോ എല്ലാവർക്കും? ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവരായിരിക്കും, എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞാണ്. ഇപ്പോഴും അവർ ഓക്കെ ആണോ പറഞ്ഞ കാര്യങ്ങളെല്ലാം? യെസ് ഓർ നോ പറയൂ, യെസ് ഓർ നോ എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ MCQ ആണ്. ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ള ടോപ്പിക് റിക്വയർമെന്റ് വായിക്കാം. വാട്ട് ഈസ് ദ നെറ്റ് ആനുവൽ ബെനിഫിറ്റ് ഓർ കോസ്റ്റ് ഓഫ് ഓഫറിംഗ് ദി ഡിസ്കൗണ്ട്? ഇപ്പൊ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാണ്, അതിൽ വരുന്ന ബെനിഫിറ്റ് ആണോ കോസ്റ്റ് ആണോ? റിസീവബിൾസിന്റെ ക്വസ്റ്റ്യൻ ആണ്, റിസീവബിൾസ്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് സേവിങ്സ്, കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ 2 സൈഡ് ഉണ്ടാവും. ആ 2 സൈഡിൽ നമ്മൾ സെക്ഷൻ സീസ് അങ്ങനെയാ ചെയ്യാം. അതേപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ ചെയ്ത് കാണിക്കാം ഓരോന്നിലായിട്ട്. നിങ്ങൾ MCQs ചെയ്യുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം ഒരു നിർബന്ധമില്ല, എവിടെയെങ്കിലും കുത്തിക്കുറിച്ചിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതൊന്നും വേണ്ട, ക്വസ്റ്റ്യൻ വായിക്കുക, വേണ്ട സാധനങ്ങൾ മാത്രം എഴുതുക. ഇപ്പൊ സേവിങ്സിന്റെ സൈഡ് ഉണ്ട്, കോസ്റ്റിന്റെ സൈഡ് ഉണ്ട്, ബാക്കി കുറച്ച് വർക്കിംഗ് നോട്ട് പോലുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണം. ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ: സി കമ്പനി ഹാസ് ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് 4,500 അല്ലെങ്കിൽ 4.5 million. ഇറ്റ് കറന്റ്ലി ഓഫേഴ്സ് 30 days ക്രെഡിറ്റ് ആണ്, 30 ദിവസത്തെ ക്രെഡിറ്റ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ബട്ട് കസ്റ്റമേഴ്സ് ടേക്ക് ആൻ ആവറേജ് ഓഫ് 50 days. 30 ദിവസമായിരുന്നു നമ്മൾ ഓഫർ ചെയ്ത്, അവർ 50 ദിവസം എടുത്തിട്ടാണ് നിലവിൽ നമുക്ക് പൈസ തരുന്നത്. അതുകൊണ്ട് ഈ കമ്പനി ഈസ് കൺസിഡറിങ് ഓഫറിംഗ് ആൻ ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ഓഫ് 1% ഫോർ പേയ്മെന്റ് വിത്തിൻ 15 days. 15 ദിവസം കൊണ്ട് പൈസ തരികയാണെങ്കിൽ, ഇപ്പൊ അവർ എത്ര ദിവസം കൊണ്ടാണ് തരുന്നതെന്ന് വെച്ചാൽ 50 ദിവസം കൊണ്ട്. എത്ര ദിവസം കൊണ്ട് തരണം എന്നായിരുന്നു പറഞ്ഞതെന്ന് ചോദിച്ചാൽ 30 ദിവസം കൊണ്ട് തരണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അവർക്ക് 50 ദിവസം കൊണ്ടേ തരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പൈസ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. റിസീവബിൾസ് അല്ലേ, പൈസ നമുക്ക് കിട്ടാനല്ലോ. അപ്പൊ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നേരത്തെ കിട്ടാൻ വേണ്ടി, 15 ദിവസത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ 1% ഡിസ്കൗണ്ട് അവർക്ക് ഓഫർ ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ ഓഫർ ചെയ്യുക ചെയ്യുന്നത്, എടുക്കണോ വേണ്ടയോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 40% ഓഫ് ദി കസ്റ്റമേഴ്സ് വിൽ ടേക്ക് ദി ഡിസ്കൗണ്ട്. ഇപ്പൊ മൊത്തം പൈസ തരാനുള്ള റിസീവബിൾസ് ആയിട്ടുള്ള ആൾക്കാരിൽ 40% ആൾക്കാർ നമ്മുടെ ഡിസ്കൗണ്ട് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ 40% ആൾക്കാർ 15 daysനുള്ളിൽ പൈസ തരുമായിരിക്കും. റിമൈനിങ് 60% ആൾക്കാർ എല്ലാവരും 50 days കൊണ്ട് പൈസ തരുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം 2 സിറ്റുവേഷൻ ഉണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് മുമ്പും അതിന് ശേഷവും. കറണ്ട് സിറ്റുവേഷൻ ഉണ്ട്, ന്യൂ സിറ്റുവേഷൻ ഉണ്ട്, ഡിസ്കൗണ്ടിന് മുമ്പും ശേഷവും. കറന്റ്ലി വരുന്ന ക്രെഡിറ്റ് സെയിൽസ് എത്രയാന്ന് ചോദിച്ചാൽ 4,500 4.5 million ആണ് വരുന്നത്. പുതിയ ഡിസ്കൗണ്ട് കൊടുത്താലും സെയിൽസിന് മാറ്റം വരുന്നൊന്നും പറഞ്ഞിട്ടില്ല. റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡേയ്സ് തന്നിട്ടില്ല, എമൗണ്ട് തന്നിട്ടില്ല. 50 ദിവസം എടുത്തിട്ടാണ് കറന്റ്ലി അവർ പൈസ തരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എമൗണ്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള, ഡേയ്സിൽ വെച്ചിട്ടുള്ള എമൗണ്ടിലേക്ക് ആക്കാനുള്ള ഇക്വേഷൻ ആണ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു റിസീവബിൾസ് ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 എന്നുള്ളത്. ക്വസ്റ്റ്യനിൽ 360 എന്നൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് 365 തന്നെ യൂസ് ചെയ്യാം. ചിലപ്പോൾ 360 എന്ന് പറഞ്ഞാൽ അത് തന്നെ എടുക്കണം. എന്നിട്ട് പുതിയ റിസീവബിൾ വരുമ്പോ അവർ പറഞ്ഞ ഈ കാണുന്ന ക്രെഡിറ്റ് സെയിലിന്റെ 40% ആൾക്കാർ, 0.4 40% ആൾക്കാർ ഡിസ്കൗണ്ട് എടുത്തു എന്നാ പറയുന്നത്.
അങ്ങനെ ഡിസ്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ 15 ദിവസം കൊണ്ട് പൈസ തരണ്ടേ, 15 ദിവസം കൊണ്ട്. എന്നാ അങ്ങനെ അല്ല, ഇതിലൊരു 60% ആൾക്കാർ ഡിസ്കൗണ്ട് എടുത്തിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ അവർ കറന്റ്ലി ഉള്ള 50 ദിവസത്തിൽ തന്നെ ആയിരിക്കും പൈസ തരുന്നത്. അപ്പൊ നമ്മുടെ പുതിയ റിസീവബിൾസ് ഇങ്ങനെയല്ലേ വരണ്ടേ? ആ മൊത്തം സെയിൽസിൽ 40% ആൾക്കാർ ഇനി എല്ലാവരും 15 ദിവസം കൊണ്ട് പൈസ തരും. ബാക്കി 60% ആൾക്കാരെല്ലാം 50 ദിവസം കൊണ്ടേ പൈസ തരുള്ളൂ. അപ്പൊ നമ്മുടെ പുതിയ റിസീവബിൾസ് ആയിരിക്കും ഈ വരുന്നത്. അപ്പൊ നമ്മുടെ റിസീവബിൾസ് കുറഞ്ഞിട്ടുണ്ട്, ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ റിസീവബിൾസിൽ. എത്രയും റിഡക്ഷൻ വന്നതെന്ന് ചോദിച്ചാൽ കറന്റ് വാല്യൂ മൈനസ് ന്യൂ വാല്യൂ 172 കുറഞ്ഞു. റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസയാണ്. അപ്പൊ നമുക്ക് കിട്ടാനുള്ള പൈസ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് അത്രയും നമുക്ക് കിട്ടിയെന്നല്ലേ അതിന്റെ മീനിങ്, അല്ലേ? യെസ് ഓർ നോ? ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ നമുക്ക് കിട്ടിയെന്നല്ലേ അതിന്റെ മീനിങ്? യെസ് ഓർ നോ പറഞ്ഞേ. ഇടി വെട്ടുന്നുണ്ട്, വൈഫൈ ഒന്നും പോകാണ്ടിരുന്നാൽ മതി. പറഞ്ഞതൊക്കെയാണോ? റിസീവബിൾസ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാനുള്ള പൈസയാണ്. കിട്ടാനുള്ള പൈസ അത്രയും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് അത്രയും കിട്ടി എന്നാണ് അതിന്റെ മീനിങ്. അപ്പോ ഈ 172 നമുക്ക് കിട്ടി. നേരത്തെ കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു സേവിങ്സ് ആണ് ഇവിടെ സംഭവിക്കുക. സേവിങ്സ് ഇൻ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്രയായിരുന്നു നമ്മൾ സേവ് ചെയ്ത 8% കമ്പനി കറന്റ്ലി എടുത്തിരിക്കുന്ന ലോൺ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 8% ആണ് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്ന ഓവർ ഡ്രാഫ്റ്റിന്റെ പെർസെന്റേജ് ഇവിടെ പറഞ്ഞു. അപ്പൊ ആ 8% ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ലാഭിക്കുക. നേരത്തെ പോയിട്ടുള്ള എമൗണ്ട് ഒക്കെ തിരിച്ചടയ്ക്കുന്നതിൽ ഈ 8% ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ലാഭിക്കുക. അതിന്റെ കൂടെ ഈ ഇത് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട്, ആ ഡിസ്കൗണ്ടിൽ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയും. എത്ര ഡിസ്കൗണ്ട് കൊടുത്തതെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് സെയിലിന്റെ മേലെ 40% ആൾക്കാരാണ് ഡിസ്കൗണ്ട് എടുത്തത്. ഈ ഡിസ്കൗണ്ട് എടുത്ത ആൾക്കാർ എന്ന് വെച്ചാൽ നേരത്തെ പൈസ തന്നത് 40% ആൾക്കാരാണ്. ഇവർക്ക് നമ്മൾ ഓഫർ ചെയ്ത ഡിസ്കൗണ്ട് ആയിരുന്നു 1%, 0.01. അപ്പൊ ഇവിടെ 18,000 നമ്മൾ ഡിസ്കൗണ്ട് എന്നുള്ള പേരിൽ നമുക്ക് ചെലവ് വന്നേ. പക്ഷെ അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത് ഒരു 13,808 എന്നാണ്. അപ്പൊ ഇവിടെ നെറ്റ് കോസ്റ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. കോസ്റ്റ് ആണ് കൂടുതൽ വന്നത്. 18,000 കോസ്റ്റും 13,808 എന്ന് പറയുന്നത് നമുക്ക് സേവിങ്സ് വന്നേ. അപ്പൊ ഇവിടെ ഫൈനൽ എമൗണ്ട് നമുക്ക് നെറ്റ് കോസ്റ്റ് ഒരു 4,100 സംതിങ് ആണ് വന്നത്. ഇതില് അവർ ഫൈനൽ ആൻസർ നിയറസ്റ്റ് 1000 റൗണ്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ആൻസർ നെറ്റ് കോസ്റ്റ് 4,000 എന്നാണ് വരിക. നെറ്റ് കോസ്റ്റ് 4,000. ഓക്കെ ആണോ പറഞ്ഞേ? യെസ് ഓർ നോ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ എല്ലാവർക്കും? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് ഓർ നോ പറഞ്ഞേ. വൈ ഓർ എൻ എന്ന് കമന്റ് ചെയ്താൽ മതി. ഇല്ല? ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദീസ് ഇസ് ദി ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്നാണ് ചോദിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. നമ്മുടെ കമ്പനിയിൽ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നമ്മുടെ പ്രൈമറി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അപ്പൊ ഇതില് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിൽ ഗിയറിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രൈമറി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നത്, കൂട്ടാൻ ശ്രമിക്കുന്നത് നമ്മുടെ കമ്പനീന്റെ ഷെയറിന്റെ പ്രൈസ് ആണ്. അപ്പൊ നമ്മുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് അവരായത് നമ്മുടെ കമ്പനിയിൽ ഓരോ ഷെയർസ് മേടിച്ചിട്ടാണ്. അപ്പൊ ഈ ഷെയറിന് ഇന്ന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ട്, ഒരു ഷെയറിന് ഇന്ന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ട്, അത് എത്രത്തോളം കൂടുന്നതിനനുസരിച്ചാണ് ആ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് ഏറ്റവും കൂടുതൽ കൂടുക എന്ന് പറയാം. കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ, മാർക്കറ്റ് ഷെയർ കൂടുമ്പോൾ ഒക്കെ നമുക്ക് ഗുണം ഉണ്ടാവും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നതിനെ കൊണ്ട് ഷെയർ ഹോൾഡറിന് വെൽത്ത് കൂടുകയല്ല, കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ വിച്ച് ഓഫ് ദീസ് ഇസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഈച്ച് ഷെയർ ആണ്. ഓരോ ഷെയറിനും ഇന്ന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ട്, അത് എത്ര അധികം കൂടുന്നോ അത്രയും അയാളുടെ വെൽത്ത് കൂടുന്നു എന്നാണ് നമ്മൾ പറയുക. പറഞ്ഞത് ഓക്കെയാണോ? ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത നോക്കാം. A government is attempting to stimulate economic growth during a period of stagnation by adjusting its fiscal policy. അപ്പൊ നമുക്ക് രണ്ട് പോളിസീസ് ഉണ്ട്. മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസ്ക്കൽ പോളിസി ഉണ്ട്.
ഇതിനെ പറ്റിയിട്ട് അതർ തിയറീസ് എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്ര ആലോചിച്ചായി. മോണിറ്ററി പോളിസിയിൽ എന്താ നമ്മൾ കൺസിഡർ ചെയ്യാൻ ചോദിച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ. അതേപോലെ തന്നെ ഫിസ്കാൽ പോളിസിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക ഗവൺമെന്റിന്റെ സ്പെൻഡിങ്, അതേപോലെ തന്നെ ടാക്സ് ഒക്കെയാണ്. അപ്പൊ ഇനി എങ്ങാനും ക്വസ്റ്റ്യനിൽ ഈ രണ്ട് പേരുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, മോണിറ്ററി പോളിസിയും ഫിസ്കാൽ പോളിസിയും കണ്ടിട്ടുണ്ടെങ്കിൽ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, എന്ത് കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ മോണിറ്ററി പോളിസി ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെയും, അതേപോലെ ഫിസ്കാൽ പോളിസി ആണെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ്ങിനെയും ബേസ് ചെയ്തിട്ടാണെന്നുള്ള സിമ്പിൾ ലോജിക്ക് നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ തന്ന ഓപ്ഷൻസ് എല്ലാം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻസ് ഓഫ് ഫിസ്കാൽ മെഷർ, ഫിസ്കാൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തൊക്കെയാ വരുന്നത്, ഗവൺമെന്റ് സ്പെൻഡിങ്ങും ടാക്സും അല്ലേ, is most likely to increase the level of investment by private sector companies. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന കമ്പനീസിന്റെ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ വേണ്ടി, പ്രൈവറ്റ് കമ്പനീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ വേണ്ടി താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് കോമ്പിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് കോർപ്പറേറ്റ്, ഇൻക്രീസ് ഇൻ ദി റേറ്റ് ഓഫ് ടാക്സ് കൂടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാക്സ് കൂടുതലുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. കാരണം അവരുടെ പ്രോഫിറ്റിന്റെ മേലെ നിന്ന് അത്രയും ടാക്സ് അവർക്ക് പോവുക ചെയ്യും, അത്രയും എമൗണ്ട് അവർക്ക് ലോസ് വരുന്ന പോലെ. അപ്പൊ ഒരുപാട് ടാക്സ് ഉണ്ടെങ്കിൽ അവരവിടെ സ്പെൻഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കില്ല. അതിന്റെ കൂടെ തന്നെ ഡിക്രീസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്നത്, നമുക്കുള്ളതിൽ ഗവൺമെന്റ് കുറെ അലവൻസും കാര്യങ്ങളും, അതാണ് ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ അവർ കുറെ ഫേവേഴ്സ് നമുക്ക് ചെയ്തു തരികയാണെങ്കിൽ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു മാർക്കറ്റിലേക്ക് പോകാനായിരിക്കില്ലേ താല്പര്യം, ഇല്ല അങ്ങനെ ഒരു എക്കണോമിയിൽ പോകാനായിരിക്കില്ലേ താല്പര്യം. കാരണം അവിടെ ഗവൺമെന്റിന്റെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്, ഗവൺമെന്റിന്റെ കുറെ സബ്സിഡീസ് ഒക്കെ പോലത്തെ ഉള്ള ഗവൺമെന്റിന്റെ ഒരുപാട് പോളിസീസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനാണ് നമ്മളും കൂടുതൽ ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും കുറവാണ്, ടാക്സ് റേറ്റ് ഭയങ്കര കൂടുതലുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരു പ്രൈവറ്റ് കമ്പനി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പൊ ഈ ആൻസർ തെറ്റാണ്, ഓപ്ഷൻ എ തെറ്റാണ്. അതേ സമയത്ത് എ ഡിക്രീസ് ഇൻ റേറ്റ് ഓഫ് കോർപ്പറേഷൻ ടാക്സ്, കമ്പനീന്റെ മേലെ ചാർജ് ചെയ്യുന്ന ടാക്സ് കുറവാണ്. അതിന്റെ കൂടെ തന്നെ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ അലവൻസ്, അലവൻസുകൾ കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മൾ മുടക്കുന്ന ക്യാപിറ്റലിന് ഒരുപാട് അലവൻസ് കിട്ടുന്നുണ്ട്, ടാക്സും കുറവാണ്. അപ്പൊ നമ്മൾ കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനല്ലേ ശ്രമിക്കുള്ളൂ. ഏതൊരു പ്രൈവറ്റ് കമ്പനിയും അങ്ങനെയുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനല്ലേ ശ്രമിക്കുള്ളൂ. യെസ് ഓർ നോ പറഞ്ഞേ, യെസ് ഓർ നോ പറഞ്ഞേ, യെസ് ഓർ നോ. യെസ്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. താഴത്തെ ഓപ്ഷൻസ് എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇൻക്രീസ് ഇൻ ഡിക്രീസ് ഇൻ വാല്യൂ ആഡഡ് ടാക്സ്, ടാക്സ് കുറയാണ്, ടാക്സ് കുറയുന്നത് നല്ലതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് കോമ്പിനേഷൻ അവിടെ ചോദിക്കുന്നത് രണ്ടും വരണം. ഇവിടെ എല്ലാ പോയിന്റിലും രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളും ഫിസ്കാൽ പോളിസിന്റെ മെഷർ പ്രകാരം ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആവണം. ആൻഡ് ഡിക്രീസ് ഇൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ചേഞ്ച് ഒക്കെ ഏത് പോളിസി എന്ന് പറയുന്നത്, മോണിറ്ററി പോളിസിയാണോ ഫിസ്കൽ പോളിസിയാണോ? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഒന്ന് കമന്റ് ചെയ്ത വേഗം. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ചേഞ്ച് ഒക്കെ മോണിറ്ററി പോളിസി അല്ലേ? നമ്മളോട് ചോദിച്ചത് ഫിസ്കൽ പോളിസിന്റെ കാര്യമില്ല. അപ്പൊ മോണിറ്ററി പോളിസിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ തെറ്റിയത്. ടാക്സിനെ പറ്റി മാത്രം പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കുറച്ചുകൂടി കറക്റ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി വന്നതുകൊണ്ട് അത് കറക്റ്റ് ആവില്ല. അടുത്ത ഡിക്രീസ് ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ് ഗവൺമെന്റ് ബോറോയിങ് എന്ന് പറഞ്ഞ, സ്പെൻഡിങ് അല്ല, ഗവൺമെന്റ് ബോറോയിങ്. ഇപ്പോ അതിനൊരു എക്സാമ്പിൾ പറയാം. മൊത്തം മാർക്കറ്റിൽ 100 കോടി രൂപയാണ് ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വിചാരിക്കും. ഇതില് ഗവൺമെന്റ് തന്നെ ഒരു 80 കോടി രൂപയോളം ബോറോ ചെയ്ത് പോയി. അപ്പൊ ബാക്കി പിന്നെ അവിടെ പൈസ ഉള്ള ഒരു 20 കോടി രൂപയെ പ്രൈവറ്റ് കമ്പനീസിനുള്ളൂ. ഉള്ളതിന്റെ മേജർ പാർട്ടും ഗവൺമെന്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കി പിന്നെ കുറച്ച് പാർട്ടി ആർക്ക് ഉണ്ടാവുള്ളൂ ചോദിച്ചാൽ പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്കുള്ള റിസോഴ്സസ് ഭയങ്കര സ്കേസ് ആണ്, അവർക്ക് ഭയങ്കര കുറവേ റിസോഴ്സ് ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് കൊടുക്കുന്ന ലോണിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റും ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അവർക്ക് പൈസ കുറവേ ഉള്ളൂ, മണി കുറവേ ഉള്ളൂ. അപ്പൊ ആ മണി ബോറോയിങ്ങിന് പോകുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊന്നും അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല, കാരണം ഒരുപാട് ഫിനാൻസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. സോ ആ ലാസ്റ്റത്തെ ഓപ്ഷനും തെറ്റാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണോ പറഞ്ഞേ? യെസ് ഓർ നോ? ഓക്കെ, അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു. ഇതൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവണം. ചെയ്തതിൽ ഞാൻ പറയുന്ന ആൻസേഴ്സും നിങ്ങൾ ചിന്തിച്ചതും കറക്റ്റ് ആണോ എന്ന് വേണം ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും മുന്നോട്ട് പറഞ്ഞു പോകുന്നത്. ഇടയിൽ ഏതെങ്കിലും പോയിന്റോ ഇതോ നിങ്ങൾ ചിന്തിച്ചതിലോ ഞാൻ പറഞ്ഞതിലോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം.
അടുത്തതും ഒരു തിയറി തന്നെയാണ് ചോദിച്ചത്, വിച്ച് ടു ഓഫ് ദി ഫോളോയിങ്. അപ്പൊ രണ്ട് ആൻസർ ഉണ്ട് ഇവിടെ, രണ്ട് ആൻസർ. ഇത് മിക്കവാറും എല്ലാവരും മിസ്സായി പോകുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പോലെ വായിക്കുക, ടു മിസ്സായി പോകും. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് കറക്റ്റ് ഒരു ഓപ്ഷൻ കിട്ടി, നിങ്ങൾ ആ ഓപ്ഷൻ ടിക്ക് ഇട്ടു. ഈ ഒരൊറ്റ ടിക്ക് ഇട്ടാലും നെക്സ്റ്റ് പോകും. പക്ഷെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ മാർക്ക് കിട്ടില്ല. രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട്, രണ്ട് കോളം എന്നില്ല, രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയാലേ മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒരെണ്ണം കറക്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് മറ്റേതിന്റെ മാർക്ക് കിട്ടില്ല. സോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചു വായിക്കണം. വിച്ച് ടു ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി ഫംഗ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ കറക്റ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് ആ ചോദിക്കുന്നത്. രണ്ട് മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്, മണി മാർക്കറ്റും ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിന്റെ, ഞാനിപ്പോ ഇവിടെ എഴുതാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേമിനാണ്. ലോങ് ടേം ഫണ്ടുകൾ റേസ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ഫണ്ടുകൾ. അതേപോലെ തന്നെ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മിഡ് ടേം ആൻഡ് ഷോർട്ട് ടേം ആണ്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മിഡ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ടുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യും, മിഡ് ടേം ആൻഡ് ഷോർട്ട് ടേം. അതിൽ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ തന്നെ പ്രൈമറിയും സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞ് രണ്ടാക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിനെ തന്നെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഇഷ്യൂസ് ഒക്കെയാണ്, പുതിയ ഇൻസ്ട്രുമെന്റ്സ്, ന്യൂ ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥലം. IPO ഒക്കെ അല്ല, IPO ഒക്കെ സംഭവിക്കുക പ്രൈമറി മാർക്കറ്റിലാണ്, പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്ത്. അതിന്റെ ബൈ ഓർ സെൽ ട്രേഡ് സംഭവിക്കുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ ട്രേഡ് സംഭവിക്കുന്ന സ്ഥലമാണ്, ബൈ ഓർ സെൽ സംഭവിക്കുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ്, സെക്കൻഡറി ക്യാപിറ്റൽ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ കാര്യങ്ങൾ അറിയുമെങ്കിൽ ഇത്രയെങ്കിലും നമ്മളിപ്പോ എക്സാമിനോട് അടുത്തിട്ടായി ഈ ഒരു പോയിന്റ് എങ്കിലും മനസ്സിൽ ഓർത്ത് നോക്കണം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ മീനിങ് ഒന്നും പഠിച്ചില്ലെങ്കിലും ഞാനിപ്പോ ഈ പറയുന്ന ഈ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായാൽ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടും. അറ്റ് ദി എൻഡ് നിങ്ങൾ എക്സാമിൽ എഴുതി കഴിഞ്ഞാൽ പാസ്സായോ ഫെയിലായോ എന്നുള്ളതിനാണ് പ്രയോറിറ്റി. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ റിവിഷൻ ഫേസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം പഠിച്ച് ലാസ്റ്റിലേക്ക് എത്താനായി. ഇപ്പൊ നമ്മൾ വീണ്ടും പഠിച്ചെല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആപ്ലിക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം എക്സാം എടുത്തു, ഇനി നമുക്ക് ഒന്നോട്ട് കുത്തിരുന്ന് പഠിക്കുക എന്നുള്ളതിന്റെ സമയം നമുക്കില്ല. അപ്പൊ ഇനി നമ്മൾ പഠിച്ചതും ഇല്ല അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പാസ്സാവാൻ വേണ്ടി എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യും എന്നുള്ളതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ ഒരു പീരീഡിൽ നിങ്ങൾ അതിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. അപ്പൊ ആ ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ്ലി അറിഞ്ഞില്ലെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു ബേസിക് ഐഡിയയെങ്കിലും ഉണ്ടായാൽ മതി നമുക്ക് കുറെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ്, ടു ഓഫ് ദി ഫോളോയിങ് ആർ ഫംഗ്ഷൻസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആർ കറക്റ്റ് എന്നാ ചോദിച്ചത്. കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ആണോ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ? അല്ല, മണി മാർക്കറ്റ് ആണ് ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ തെറ്റാണ്. മണി മാർക്കറ്റ് പ്രൊവൈഡ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ടു കമ്പനീസ് ആൻഡ് ബാങ്ക്സ്. അത് കറക്റ്റ് ആണ്. മണി മാർക്കറ്റ് ആണ് ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ട്രേഡിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി. അതും കറക്റ്റ് അല്ലേ? നമ്മൾ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും പറഞ്ഞു. പ്രൈമറി മാർക്കറ്റിലായിരുന്നു പുതിയ ഇൻസ്ട്രുമെന്റ്സും, സെക്കൻഡറി മാർക്കറ്റിലാണ് എക്സിസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ആ സെക്കൻഡറി മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ ട്രേഡഡ് ഓൺ ക്യാപിറ്റൽ മാർക്കറ്റ്. അല്ല, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എല്ലാം മണി മാർക്കറ്റ് ആണ്, ഷോർട്ട് ടേം ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതറിയില്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നതൊക്കെ ഷോർട്ട് ടേം മെച്യൂരിറ്റീസ് വരുന്ന ഐറ്റംസ് ആണ്. 270 ദിവസം എന്നൊക്കെയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ബി ആൻഡ് സി ആണ്. ഓക്കെ ആണോ എല്ലാവർക്കും? യെസ് പറഞ്ഞേ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. എല്ലാ പ്രീമോക്ക് സെഷൻസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഫോർ മണിയിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? വാല്യൂ ഫോർ മണിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. നമ്മൾ എന്താണോ നമ്മുടെ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവ് ചെയ്യാൻ വേണ്ടി അതിന്റെ കോസ്റ്റ് എത്രത്തോളം, ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് ഇൻപുട്ടിന്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുക. ഇൻപുട്ടിന്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുക. എക്കണോമി, നമ്മൾ ഒരു കമ്പനി എക്കണോമിയിലാണോ ചെയ്തതെന്ന് പറയാൻ അവരുടെ ഇൻപുട്ടുകളുടെ കോസ്റ്റ് അവർ എത്ര കുറച്ചു എന്നാണ് നോക്കുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പണി എത്രത്തോളം എഫിഷ്യന്റ് ആണ്, അവർ എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് ആ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ ചെയ്തത്,
ആ ഉദ്ദേശം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു, ആ ചെയ്തതിന്റെ എഫക്റ്റ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ് കൊണ്ട് ചെയ്യുന്നത്. ഒന്ന് ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട്, ഒന്ന് ഇൻപുട്ട് എങ്ങനെ ഔട്ട്പുട്ട് ആക്കുന്നു എന്നുള്ളതിന്റെ എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ട്, ആദ്യത്തെ ഇൻപുട്ട് ടു ഔട്ട്പുട്ട്, ലാസ്റ്റ് ഔട്ട്പുട്ടിനെ മാത്രം ബേസ് ചെയ്തിട്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഔട്ട്പുട്ടിനെ മാത്രം ബേസ് ചെയ്തിട്ട് വരുന്നതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. ഓരോ ഇങ്ങനത്തെ തിയറി ടോപ്പിക്സ് വരുമ്പോൾ ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ബാക്കി മെയിൻ കോർ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ അതർ തിയറി സാധനങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാത്ത അല്ലെ അറിയാത്ത, അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് പറയുന്നത്. എഫക്റ്റീവ്നെസ് ആണ്. എഫക്റ്റീവ്നെസ് നമ്മളിപ്പോ ഒരു സാധനം, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻപുട്ട് നമ്മൾ എത്ര കോസ്റ്റ് കുറച്ച് വാങ്ങുന്നു അത്രയും നല്ലതല്ലേ. നമുക്ക് മേടിക്കുന്ന സാധനത്തിന് എത്ര നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എക്കണോമി എന്ന് പറയുക. ഈ കൊണ്ടുവന്ന റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന ഈ പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ് എത്ര അടിപൊളിയായി ചെയ്യുന്നു എന്നുള്ളതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ എത്ര എഫിഷ്യന്റ് ആയി ചെയ്യും. ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കിയ സാധനം എന്ത് പ്രോഡക്റ്റ് ആണോ, ആ പ്രോഡക്റ്റ് കുറെ അധികം വിറ്റുപോയി, ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഭയങ്കര ഫീഡ്ബാക്ക് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തതിന്റെ എഫക്റ്റീവ്നെസ്. വീണ്ടും അതിന്റെ ഡിമാൻഡ് ഭയങ്കര കൂടി. ഇതാണ് നമ്മുടെ എഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ടിന് എത്രത്തോളം റീച്ച് വന്നു എന്നുള്ള രീതിയിലുള്ളതാണ് നമ്മുടെ എഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണ് നശ്വ? ഓക്കെ, ഇനി നമുക്ക് വായിക്കാം എന്താന്നുള്ളത്. ഇവിടെ ഡിസ്റിലീഫ് ഈസ് എ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഒരു NGO കമ്പനിയാണ്. ദാറ്റ് പ്രൊവൈഡ്സ് എമർജൻസി ഫുഡ് പാർസൽ ടു ഫാമിലീസ് ഇൻ ഡിസാസ്റ്റർ സോൺ. നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്. ഡിസാസ്റ്റർ സോണുകളിലുള്ള ഫാമിലീസിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ. ഓർഗനൈസേഷൻ ഈസ് അണ്ടർഗോയിങ് വാല്യൂ ഫോർ മണി ഓഡിറ്റ് ഓഫ് ഇറ്റ്സ് പ്രൈമറി ഓപ്പറേഷൻ. അവരുടെ ഓഡിറ്റ് സംഭവിക്കുകയാണ്. Which of the following performance measures would be most appropriate to assess the effectiveness? Effectiveness ആണ് ഇവിടെ ചോദിച്ചിട്ടില്ലേ. എഫക്റ്റീവ്നെസ്. ഇവര് ഡിസാസ്റ്റർ സോണുകളിലേക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഫാമിലീസിന്. അവര് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ എത്രത്തോളം എഫക്റ്റീവായി എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യത്തെ ഓപ്ഷൻ, ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ടു ട്രാൻസ്പോർട്ട് 1 ton ഓഫ് ഫുഡ്. ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ടു ട്രാൻസ്പോർട്ട് ആണ്. അത് അവരുടെ എഫക്റ്റീവ്നെസ്സിനെ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ടു ട്രാൻസ്പോർട്ട്. ആ ഇൻപുട്ടിലെ സാധനം നമ്മൾ കൊണ്ടെത്തിക്കുന്ന കോസ്റ്റ് ഒക്കെ നമ്മുടെ എക്കണോമിനെയാണ് ടെസ്റ്റ് ചെയ്യുക. എക്കണോമി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എഫക്റ്റീവ്നെസ് ആണ്. എഫക്റ്റീവ്നെസ്. ദ പെർസെന്റേജ് ഓഫ് ഫാമിലീസ് ഇൻ ഡിസാസ്റ്റർ സോൺ ഹു റിപ്പോർട്ട് ദാറ്റ് ദെയർ ന്യൂട്രീഷണൽ നീഡ്സ് വെയർ മെറ്റ് ബൈ ദി പാർസൽ. നമ്മൾ കൊണ്ടു കൊടുത്ത പാർസൽ പ്രകാരം അവരുടെ ന്യൂട്രീഷണൽ നീഡ്സ് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ളതിന്റെ ഒരു കണക്ക്. അപ്പൊ നമ്മുടെ ആ ഒബ്ജക്റ്റീവ് എത്രത്തോളം എഫക്റ്റീവ് ആയി എന്നുള്ളതിന്റെ കണക്കല്ലേ ആ പറയുന്നത്. നമ്മൾ സാധനം കൊടുത്ത സാധനം അവർക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് അവർ പറഞ്ഞതിന്റെ ഒരു മെഷറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതായിരിക്കില്ലേ നമ്മുടെ എഫക്റ്റീവ്നെസ്. നമ്മൾ ചെയ്ത കാര്യത്തിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ടായി നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വരും. ആവറേജ് ടൈം ടേക്കൺ ടു പാക്ക് 1 ഫുഡ് എന്നൊക്കെ പറയുന്ന എഫിഷ്യൻസി അല്ലേ. എത്ര സമയം കൊണ്ടാണ് നമ്മൾ ആ സാധനം പാക്ക് ചെയ്ത് കൊടുത്തത്, നമ്മുടെ എഫിഷ്യൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സക്സസ്ഫുൾ നെഗോഷിയേഷൻ ഓഫ് 10% ഡിസ്കൗണ്ട് ഓൺ ബൾക്ക് ഗ്രെയിൻ പർച്ചേസ്. മേടിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ സാധനം മേടിക്കുന്ന സമയത്ത് എത്ര ഡിസ്കൗണ്ടിനാണ് മേടിച്ചത്, അത് എക്കണോമിയാണ് ഉദ്ദേശിക്കുന്നത്. എക്കണോമി പറഞ്ഞത് ഓക്കെയാണോ? ഈശ്വർണോ പറഞ്ഞ എല്ലാവരും ഓക്കെ. വാല്യൂ ഫോർ മണി എന്താണോ അതിനെ പറ്റിയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞു. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്ചേഞ്ച് റേറ്റ് തിയറി സജസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് ആൻഡ് ഫോർവേഡ് റേറ്റ്? ഉള്ളതിൽ എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. സ്പോട്ട് റേറ്റും ഫോർവേഡ് റേറ്റും ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിന് ചേഞ്ച് വരുംതോറും ഇന്നത്തെ റേറ്റും ഫോർവേഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ റേറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 തിയറി പഠിക്കാനുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? പർച്ചേസ് പവർ പാരിറ്റി തിയറിയും ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിയും. ഇപ്പൊ ബാക്കി ഫിഷേഴ്സ് ഫോർമുലയും എക്സ്പെക്ടേഷൻ തിയറി ഇതിനെ പറ്റിയിട്ടല്ല. ഫിഷേഴ്സ് ഫോർമുലയും പറയുന്നുണ്ട്, അത് നമ്മുടെ ഇൻഫ്ലേഷൻ ഇൻട്രസ്റ്റിനെ ഒരുമിച്ച് പറയുന്നതാണ്. സ്പോട്ട് റേറ്റും ഇന്നത്തെ റേറ്റും ഫോർവേഡ് റേറ്റിനെ പറ്റി ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആ തിയറിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. ഇൻഫ്ലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ റേറ്റും അതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ റേറ്റിനെയും പറയുന്നതാണ് പർച്ചേസ് പവർ പാരിറ്റി തിയറി. ഇവിടെ നമ്മുടെ ആൻസർ വരിക ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉള്ളതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഓക്കെ.
ഇതിൽ തന്നെ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. S1 എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഫ്യൂച്ചർ റേറ്റ് ആണ്, F0 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റേറ്റ് ആണ്. രണ്ടിന്റെ ഇക്വേഷൻ S0 × 1 + IN / 1 + ID എന്നൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നിലധികം രീതിയിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല ചെയ്തു നോക്കിയിട്ടില്ല. എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞുതരാം. ഒരു 3 രീതിയിൽ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ഷെയർ പ്രൈസ് ബിഫോർ റൈറ്റ് ഇഷ്യൂ? റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് വരുന്ന ഷെയറിന്റെ പ്രൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സാധാരണ നമ്മുടെ മാർക്കറ്റിലെ ഷെയർ പ്രൈസ് P0. റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം വരുന്ന പ്രൈസിനല്ലേ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ് വാല്യൂവും കം വാല്യൂവും പഠിച്ചിട്ടുണ്ട്. എക്സ് ഡിവിഡൻഡും കം ഡിവിഡൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂവും കം വാല്യൂ ഉണ്ട്. ആ ഒരു പേയ്മെന്റിന് മുമ്പ് വരുന്നതിനെയാണ് കം വാല്യൂ, ശേഷം വരുന്നതിനെയാണ് നമ്മൾ എക്സ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ടെർപ്പാണ് നമ്മളെ റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം വരുന്നത്. മുമ്പ് വരുന്നതാണ് നോർമൽ P0, സാധാരണ P0. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ കമ്പനി മേക്സ് എ 145 റൈറ്റ് ഇഷ്യൂ. 5 ഷെയർ ഉള്ള ഒരാൾക്ക് പുതിയ ഒരു ഷെയർ കൊടുക്കാം എന്ന് പറയുന്നത് അറ്റ് എ പ്രൈസ് ഓഫ് 4. അപ്പൊ നമ്മുടെ റൈറ്റ് ഇഷ്യൂ പ്രൈസ് ആണ് 4 രൂപ എന്ന് പറയുന്നത്. തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5.25 ആണ്. 5.2. അപ്പൊ റൈറ്റ് ഇഷ്യൂവിന് ശേഷം വരുന്ന ഒരു ഷെയറിന്റെ വില എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് വെച്ചാൽ 5.25 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് വരുന്ന ഷെയറിന്റെ പ്രൈസ് എത്ര എന്നാണ് പറയാൻ പോകുന്നത്. ഇത് തന്നെ ഞാൻ പറഞ്ഞു, ഒന്നിലധികം രീതിയിൽ ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി ഇവിടെ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് 5.25. റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം വരുന്ന ഒരു ഷെയറിന്റെ വില 5.25 ആണ്. അങ്ങനെ റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം എത്ര ഷെയർസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് പുതിയ ഒരു ഷെയർ കൊടുക്കാന്നാ പറഞ്ഞെങ്കിൽ ഇനി എത്ര ഷെയർ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 ഷെയറിലുള്ള 5 ഷെയർ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞ ഒരാൾക്ക് പുതിയ ഒരു ഷെയറാണ് കൊടുക്കുന്നതെങ്കിൽ പുതിയ നമ്പർ ഓഫ് ഷെയർസ് 6 ഷെയർസ് ഉണ്ടാവും. അപ്പൊ ആ ടോട്ടൽ വാല്യൂ, ഈ 6 ഷെയർസിന്റെ ടോട്ടൽ വാല്യൂ എത്രയാന്ന് ചോദിച്ചാൽ 5, ഇതിന് ശേഷം റൈറ്റ് ഇഷ്യൂവിന് ശേഷമാണ്, × 6 ചെയ്തിട്ട് നമുക്ക് 31.5 എന്നാണ് കിട്ടുക. 31.5. ഇതില് ആ റൈറ്റ് ഇഷ്യൂ ചെയ്ത ഒരു ഷെയറിന് എന്ത് വിലയായത്? റൈറ്റ് ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ അല്ലേ, ഒരു ഷെയർ. ആ ഒരു ഷെയറിന് എത്രയായിരുന്നു പ്രൈസ്? 4 അല്ലേ, 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന 5 ഷെയറിന്റെ ബാലൻസ് 5 ഷെയർസിന്റെ പ്രൈസ്, നമ്മൾ റൈറ്റ് ഇഷ്യൂ ചെയ്തത് ഒരു ഷെയറിന് 4 രൂപയ്ക്കാന്നല്ലേ പറഞ്ഞത്, അല്ലെ റൈറ്റ് ഇഷ്യൂ പ്രൈസ്. അപ്പൊ ബാലൻസ് 5 ഷെയറിന് എത്രയാ വില വരിക എന്ന് ചോദിച്ചാൽ 31.5 - 4 എന്ന് 27.5 ആണ് ബാക്കി വരുന്ന 5 ഷെയറിന്റെ വില. അങ്ങനെ വരുന്ന ഒരു ഷെയറിന്റെ പ്രൈസ് എത്രയാന്നായിരുന്നു നമ്മളോട് ചോദിച്ചത്. അപ്പോ ഷെയർ പ്രൈസ് ബിഫോർ റൈറ്റ് ഇഷ്യൂ, ഷെയർ പ്രൈസ് ബിഫോർ എത്രയായിരിക്കും വരിക എന്ന് ചോദിച്ചാൽ ഇത് ഡിവൈഡഡ് ബൈ 5. 5 ഷെയർ ആണ് വരുന്നത്, ഒരെണ്ണത്തിന്റെ വില 5.5 എന്നാണ് വരിക. 5.5. ഇവിടെ ആൻസർ ഓപ്ഷൻ 5.5 എന്നുണ്ട്. ഇങ്ങനെ ചെയ്യാം ഒരു രീതി. അടുത്ത രീതി പറയാം. നമ്മുടെ ടെർപ്പിന്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു ചെയ്യല്. കറന്റ് ഷെയർസ് ഉണ്ട്, എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് പറയുന്നതിന് റൈറ്റ് ഷെയർസ് ഉണ്ട്, എന്നിട്ട് നമ്പർ ഓഫ് ഷെയർസും ഷെയർ പ്രൈസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രൈസ് പെർ ഷെയർ ടോട്ടൽ. ഇതില് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത് വെച്ചാൽ എക്സിസ്റ്റിംഗ് 5 ഷെയർസ് ഉണ്ട്, പുതിയൊരു റൈറ്റ് ഷെയർ ആണ് തന്നെ. എക്സിസ്റ്റിംഗ് ഷെയർസിന് എന്താ വില എന്നറിയില്ല, പുതിയൊരു ഷെയറിന്റെ വില 4 രൂപയാണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടല് ഇതെന്നാണ് വരിക. ഇവിടുത്തതാണ് നമുക്ക് അറിയാത്തത്, അത് കിട്ടിയാലേ ഇവിടുത്തെ വാല്യൂ കിട്ടുള്ളൂ. ഇങ്ങനെ മൊത്തം 6 ഷെയർസ് ഉണ്ടായിരുന്നു. മൊത്തം 6 ഷെയർസ് ഉണ്ട്. ഇവിടെ ടോട്ടൽ എത്രയോ വാല്യൂ വരും അത് നമുക്കറിയില്ല. ടോട്ടൽ വാല്യൂ എത്രയാന്ന് നമുക്കറിയില്ല. അങ്ങനെ ഈ കിട്ടിയ ടോട്ടൽ വാല്യൂ ടെർപ്പ് എന്ന് പറയുന്ന കാൽക്കുലേഷനിൽ എങ്ങനെയാ വാല്യൂ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ആ കാണുന്ന ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഈ ടോട്ടൽ വാല്യൂ ഇല്ലേ, ഈ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ ടെർപ്പ് എങ്ങനെയാ നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ ഈ കാണുന്ന ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ 6 ഷെയർസ് എന്നാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയായിരുന്നു നമ്മൾ ടെർപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ടെർപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 5.25 എന്ന് പറയുന്ന ടെർപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ടോട്ടൽ വാല്യൂ എത്രയാണ് 6 ഷെയർസിന്റെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താം.
അപ്പൊ ഇവിടെ ആൻസർ കിട്ടാൻ വേണ്ടി ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് കിട്ടാൻ വേണ്ടി ടെർപ്പായിട്ടുള്ള 5.25നോട് ഇൻറ്റു 6 ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ വാല്യൂ 31.5 വരും. അപ്പൊ ഇവിടുത്തെ വാല്യൂ കിട്ടി 31.5 കിട്ടും. 31.5 ആ കോളത്തിലെ വാല്യൂ 31.5 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫിഗർ ആണ് ഈ 31.5 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മേലെ വരുന്ന വാല്യൂ എത്രയാന്ന് ചോദിച്ചാൽ ഈ 31.5ന്റെ ഡിഫറൻസ് 4 എടുത്താലും മതി, 27.5 എന്ന് വരും. ഇതേ കാൽക്കുലേഷൻ തന്നെയാണ് ഇപ്പുറത്ത് മീനിങ് വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് താഴേക്ക് ചെയ്തത്. അപ്പൊ അതൊരു ഫോർമാറ്റ് പോലെയൊന്നും നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ടെർപ്പ് എന്ന് കണ്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ ഈ റൈറ്റ് സൈഡിൽ ചെയ്തിട്ടുള്ള ബോക്സ് പോലത്തെ ഫോർമാറ്റ് ആണെങ്കിൽ ആ ഫോർമാറ്റിൽ ഇട്ടിട്ടും ഈ ആൻസർ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ചിന്തിച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ബോക്സിലാണ് പഠിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 5ന്റെ കൂടെ ഇന്നത്തെ ഷെയറിന്റെ വില എത്രയോ ഇൻറ്റു ചെയ്താലാണ് നമുക്ക് ഈ 27.5 കിട്ടുക. അപ്പൊ ആ ഒരു ഷെയറിന്റെ പ്രൈസ് എത്രയെന്ന് ചോദിച്ചാൽ 5.5 ആണ് വരിക. 5.5 ഇവിടെ ആൻസർ 5.5 ആണ് വന്നേ. പറഞ്ഞത് ഓക്കെയാണോ? ഞാനിപ്പോ പറഞ്ഞ രണ്ട് മെത്തേഡ് ഓക്കെയാണോ? യെസ് ഓർ നോ പറഞ്ഞ യെസ് ഓർ നോ. പറഞ്ഞ രണ്ട് രീതിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാം. രണ്ട് രീതി ചെയ്തതും ഓക്കെ ആണോ എന്ന് പറഞ്ഞ എല്ലാവരും. ഇതല്ലാണ്ട് ചെയ്യാട്ടോ, നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് ഉപയോഗിച്ചിട്ട് വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ഇതിന്റെ ആൻസർ കണ്ടെത്താം. ഏത് രീതിയിൽ ചെയ്താലും നമ്മുടെ ആൻസർ 5.5 തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ആ മൊമെന്റിൽ ഏത് രീതിയാണോ കത്തുന്നത് ഏത് രീതിക്കും ചെയ്യാം. ഞാൻ പറഞ്ഞ ഈ രണ്ട് രീതിക്കും ആൻസർ ചെയ്യാം. അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്പൊ വേറെ എന്തെങ്കിലും ഇക്വേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a typical benefit of centralized treasury function? സെൻട്രലൈസ്ഡ് ഫംഗ്ഷന്റെ ബെനിഫിറ്റ് അല്ല എന്ന് തോന്നുന്നത് ഏതാണ് ചോദിച്ചത്. എക്കണോമീസ് ഓഫ് സ്കെയിൽസ് ഇൻ ബോറോയിങ്, ബൾക്കായിട്ട് ബോറോയിങ് ഡെപ്പോസിറ്റും ചെയ്യാൻ പറ്റും. അത് സെൻട്രലൈസ്ഡ് ഫംഗ്ഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇംപ്രൂവ്ഡ് അബിലിറ്റി ടു മാച്ച് ഫോറിൻ കറൻസി ഇൻകം ആൻഡ് എക്സ്പെൻസ്, അതും നമ്മൾ സെൻട്രലൈസ്ഡിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. കാരണം സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഒറ്റ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ പല ബ്രാഞ്ചിലായിട്ട് വരുന്ന ഫോറിൻ കറൻസീസ് എല്ലാം അവർക്ക് തന്നെ എന്ത് ചെയ്യാം, മാച്ചിങ്ങും നെറ്റിങ്ങും എല്ലാം ചെയ്തതിന് ശേഷം മാത്രം അവർ കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ അത്രയും ഹെഡ്ജിങ് അവർക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അത്രയും ഹെഡ്ജിങ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഈ കോസ്റ്റുകളെല്ലാം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെ അവരുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഇൻക്രീസ്ഡ് ഓട്ടോണോമി ഇൻ ലോക്കൽ സബ്സിഡറി മാനേജേഴ്സ് എന്നാണ്. നമ്മൾ സെൻട്രലൈസ് ചെയ്താൽ പിന്നെ ലോക്കൽ മാനേജേഴ്സിന് എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് പവറോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അവിടെ ഓട്ടോണമി ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണോ ചെയ്യുക? അപ്പൊ സെൻട്രലൈസ്ഡ് ട്രഷറി മാനേജ്മെന്റ് വന്നാൽ അവിടെ ഓട്ടോണമി വളരെ കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് പോലെ പറയുന്നത്. അപ്പൊ നോട്ട് എ ബെനിഫിറ്റ് ഓഫ് സെൻട്രലൈസ്ഡ് ട്രഷറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ആൻസർ വരിക. ഇംപ്രൂവ്ഡ് ഷെയറിംഗ് നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ്, കാരണം ഇനി എല്ലാവരുടെയും കൂടി ഒരു സ്ഥലത്ത് നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ എക്സ്പേർട്സ് ആയിരിക്കും. എല്ലാ കമ്പനീന്റെയും ഉള്ള ആൾക്കാർ അവിടെ ഒരു സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പൊ അവരെല്ലാവരും എക്സ്പേർട്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് നോളജ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുക ചെയ്യുക എവിടെയും ചോദിച്ചാൽ സെൻട്രലൈസ്ഡിൽ. ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ ഇവരെല്ലാം പല സ്ഥലത്താണുള്ളത്. അപ്പൊ അവർക്ക് നോളജ് ഷെയറിംഗ് ഒന്നും അത്ര എളുപ്പമായിരിക്കില്ല. ഓക്കെയാണോ പറഞ്ഞത് ഓക്കെയാണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ പറഞ്ഞ യെസ് ഓർ നോ. ഒരാൾ മാത്രമേ പറയുന്നുള്ളല്ലോ, ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. യെസ് ഓക്കെ. അടുത്ത, based on PE valuation method, is Berco company currently overvalued or undervalued? കറന്റ്ലി അവരുടേത് ഓവർ വാല്യൂ ആണോ അണ്ടർ വാല്യൂ ആണോ എന്ന് ചോദിച്ചാൽ കറന്റ് വാല്യൂ ആണ് 3.5. നമ്മൾ എങ്ങനെയാ ബിസിനസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ബിസിനസിന്റെ വാല്യൂ ഈ PE ബേസ്ഡ് വാല്യുവേഷൻ ഉപയോഗിച്ച് നമ്മൾ അൺലിസ്റ്റഡ് കമ്പനി ആയിരിക്കും. അപ്പൊ നമുക്കൊരു PE റേഷ്യോ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ സെക്ടർ ആവറേജോ വേറെ ഏതെങ്കിലും പ്രോക്സിന്റെ PE റേഷ്യോ എടുത്തിട്ട് നമ്മുടെ ഏർണിങ്സിന്റെ കൂടെ ഇൻഡു ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ ഏർണിങ്സിന്റെ കൂടെ ഇൻഡു ചെയ്യുക. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ കാൽക്കുലേറ്റർ എടുക്കാം. ഇവിടെ 0.25 ആണ് നമ്മുടെ EPS വന്നത്. അതിനോട് നമ്മുടെ പ്രോക്സി അല്ലെങ്കിൽ സെക്ടറിന്റെ ആവറേജ് ആയിട്ടുള്ള 12 ഇൻഡു ചെയ്താൽ നമ്മുടെ ഇന്നത്തെ ഷെയറിന്റെ പ്രൈസ് എത്രയാണ് വരണ്ടേന്ന് ചോദിച്ചാൽ 3 രൂപ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞ് കോട്ട് ചെയ്തിരിക്കുന്നത് 3.5 ആണ്. അപ്പൊ നിങ്ങൾ തന്നെ പറ, അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ? ശരിക്കും 3 ആയിരുന്നു വരണ്ടേ. ഇപ്പൊ കാണിച്ചിട്ടുള്ളത് 3.5 എന്നാണ്.
അപ്പൊ ഇപ്പൊ കാണിച്ചിട്ടുള്ളത് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ? കമന്റ് ചെയ്തേ അണ്ടർ ആണോ ഓവർ ആണോ? യു ഓർ ഓ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേ, അണ്ടർ ഓർ ഓവർ. ഓവർ വാല്യൂഡ് ആണ്, ഓവർ വാല്യൂഡ്. ഓവർ വാല്യൂഡ് ആണെന്ന് മനസ്സിലായ മൊമെന്റിൽ തന്നെ ഇത് രണ്ടും അല്ല ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ കാണുന്നതല്ല ആൻസർ എന്ന് ഉറപ്പിക്കാം. അപ്പൊ ഓവർ വാല്യൂഡ് ബിക്കോസ് ഇറ്റ്സ് PE റേഷ്യോ ഈസ് 14, ബിക്കോസ് ഇറ്റ്സ് PE റേഷ്യോ ഈസ് 7. അപ്പൊ ഈ 3.5 എന്ന് പറയുന്നതാണ് ഓവർ വാല്യൂ. ആ 3.5 കിട്ടാൻ വേണ്ടി എത്രയാ PE റേഷ്യോ ഉപയോഗിച്ചു ചോദിച്ചാൽ PE റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? P0 ഡിവൈഡഡ് ബൈ EPS അല്ലേ? PE റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക. PE റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക. P0 ഡിവൈഡഡ് ബൈ EPS ആണ്. EPS ഇവിടുത്തെ P0 ആയിരുന്നു കറന്റ്ലി ഉള്ള 3.5, EPS ആണ് 0.25. 14 ആയിരിക്കും PE റേഷ്യോ വരിക. PE റേഷ്യോ 3.5 ഡിവൈഡഡ് ബൈ 0.25 ചെയ്ത് നോക്കിയാൽ മതി. PE റേഷ്യോ 14 ആണ് വരിക. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ വരിക, ഇപ്പൊ തന്നിരിക്കുന്ന 3.5 എന്ന് പറയുന്നത് ഓവർ വാല്യൂഡ് ആണ്. ശരിക്കും 3 വന്നാൽ മതിയായിരുന്നു. സെക്ടർ ആവറേജ് പ്രകാരം അത്രേ വരാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ 3.5 കാണിച്ചു, അത് ഓവർ വാല്യൂഡ് ആണ്. അതങ്ങനെ ആവാൻ കാരണം അവർ PE റേഷ്യോ 14 ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? യെസ് ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? പറഞ്ഞു യെസ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദി ഇയർ 3 ക്യാഷ് ഫ്ലോ? മൂന്നാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. പ്രസന്റ് വാല്യൂ, ഇൻഫ്ലേഷൻ ഈസ് എക്സ്പെക്ടഡ് ടു ബി 4%. പ്രൊജക്ട് ഹാസ് നോമിനൽ ക്യാഷ് ഫ്ലോ. നോമിനൽ എന്താ നോമിനൽ എന്ന് പറഞ്ഞാൽ? ഇൻഫ്ലേഷൻ ആഡ് ചെയ്തതാണോ ഇൻഫ്ലേഷൻ ഇല്ലാത്തതാണോ? ക്യാഷ് ഫ്ലോസ് തന്നെ 3 ടൈപ്പ് ഉണ്ടായിരുന്നു: കറന്റ്, നോമിനൽ, റിയൽ. ഒരു ഇൻഫ്ലേഷൻ ഇല്ലാത്തതാണ് കറന്റ് ക്യാഷ് ഫ്ലോ, ഇൻഫ്ലേഷൻ എല്ലാം ആഡ് ചെയ്തതാണ് നോമിനൽ ക്യാഷ് ഫ്ലോ. ഈ നോമിനൽ ക്യാഷ് ഫ്ലോന്ന് ജനറൽ ഇൻഫ്ലേഷൻ എടുത്ത് കളഞ്ഞതിനാണ് റിയൽ ക്യാഷ് ഫ്ലോ എന്ന് പറയും. ഇപ്പൊ ഇവിടെ പ്രസന്റ് വാല്യൂ ചോദിച്ചിരിക്കുന്ന നോമിനൽ ക്യാഷ് ഫ്ലോന്റെ. ഇപ്പൊ നോമിനൽ ക്യാഷ് ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് തന്നെ വേണം. നോമിനൽ ക്യാഷ് ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണേ നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് തന്നെ വേണം. ഇപ്പൊ ഇവിടെ റിയൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ് തന്നിട്ടുള്ളത് 6%. അപ്പൊ ഇതിനും ഇൻഫ്ലേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ആ ഫോർമുലയാണ് ഫിഷേഴ്സ് ഫോർമുല. ഫിഷേഴ്സ് ഫോർമുല പറയുന്നത് 1+m ഈക്വൽ ടു 1+i into 1+r എന്നല്ലേ? 1+r ഇതല്ലേ നമ്മുടെ ഫിഷേഴ്സ് ഫോർമുല പറയുന്നത്. അതിൽ ഐയും ആറും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1+m കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഐയും ആറും തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇൻഫ്ലേഷൻ 4% ആണ്. 1+4% എന്ന് പറഞ്ഞാൽ 1.04 ഇൻറ്റു R 6% ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യനിൽ ആണ് 6% ആണ്. അപ്പൊ ഇൻറ്റു 1.06 ആണ് വരിക. 1.06 അപ്പൊ 1.1024 എന്നാണ് വരിക. അപ്പൊ നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. 0.1024 അല്ലെങ്കിൽ 10.24%. 10.24% ആണ് വരിക. 10.24%. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള 50,000 എന്ന് പറയുന്ന ക്യാഷ് ഫ്ലോനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. ഏത് ഫാക്ടർ ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ 10.24 എന്ന് പറയുന്ന പെർസെന്റേജ് ഉപയോഗിച്ച്. ഈ 10.24 നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. 10.24 നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുമോ? 10.24 എന്ന് പറയുന്ന പെർസെന്റേജ് ടേബിളിൽ നിന്ന് കിട്ടുമോ? ഇഷ്ടമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1+r റൈസ് ടു n. ഇവിടുത്തെ r എന്ന് പറയുന്നത് 10.24 ആണ്. അപ്പൊ 1+r എന്ന് പറയുമ്പോൾ 1+0.1024 റൈസ് ടു 3 വർഷത്തിന് ശേഷം ഇയർ 3 ക്യാഷ് ഫ്ലോ 50,000. അപ്പൊ ഇയർ 3 ഡിസ്കൗണ്ട് റേറ്റ് എടുക്കാൻ വേണ്ടി അപ്പൊ പവർ റൈസ് ടു 3 കൊടുക്കണം. അപ്പൊ 0.746,418 എന്നാണ് വരിക. 1+r റൈസ് ടു 3 വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. 1+r റൈസ് ടു 3 വരിക. അപ്പൊ പ്രസന്റ് വാല്യൂ ഈക്വൽ ടു ക്യാഷ് ഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ
37,321 എന്നാണ് വരിക. 37,321 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? 37,321 എന്ന ആൻസർ വന്നേ. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? പറഞ്ഞേ. ഇല്ല, ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞതിലോ ചെയ്തതിലോ ഏതെങ്കിലും വാല്യൂ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ചോദിക്കാനില്ല. ഓക്കെ, 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ് ബെസ്റ്റ് റെപ്രസെന്റ്സ് ലീസ്? ഇജാറ. സുക്കൂക്ക് ബോണ്ടാണ്. മുദാറബ എന്താ? മുദാറബ എന്താ? ഇക്വിറ്റി ആണ്. മുഷാറക്ക വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്. അപ്പൊ ഇജാറയാണ് ലീസിങ് വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാത്തിന്റെ പേരുകളും പേരിനോട് തന്നെ നമ്മുടെ നോർമൽ ഇതിൽ അത് ഏത് ഇൻസ്ട്രുമെന്റ് വരുന്ന പറഞ്ഞാൽ എളുപ്പമായി കിട്ടുന്ന ആൻസർ. ഇത് കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. റിസ്ക് മാനേജ്മെന്റിലെ ഡെറിവേറ്റീവ്സ് ഒക്കെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഇത് ആലോചിക്കാൻ ഒരു ചെറിയ എളുപ്പ വഴി പറയാം. Hovi company wishes to hedge an interest rate payment on floating interest rate. It fears interest rate rise. ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനാണ് പോകുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെന്റ് ഹെഡ് ചെയ്യണം. അപ്പൊ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബോറോവർ ആയിരിക്കോ അതോ ഡെപ്പോസിറ്റർ ആയിരിക്കോ? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമ്മൾ പൈസ അടയ്ക്കാനാണല്ലേ. അപ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനെ പറ്റി പേടിക്കുക. അപ്പൊ ഇയാളൊരു ബോറോവർ ആയിരിക്കോ ഡെപ്പോസിറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ബോറോവർ ആയിരിക്കോ ഡെപ്പോസിറ്റർ ആയിരിക്കും? ബോറോവർ ആയിരിക്കോ ഡെപ്പോസിറ്റർ ആയിരിക്കോ? ബോറോവർ അല്ലേ, ലോൺ എടുത്ത ആളായിരിക്കില്ലേ. ലോൺ എടുത്ത ആളായതുകൊണ്ടാണ് അയാൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കേസ് എന്ന് വെച്ചാൽ ഇയാൾ ഒരു ബോറോവർ ആണ്. ബോറോവർ ഉണ്ടാവും, ഡെപ്പോസിറ്റർ ഉണ്ടാവും. ഇയാൾക്ക് ടുഡേ ഉണ്ട്, ഫ്യൂച്ചറിലാണ് എടുക്കേണ്ടത്. ടുഡേ ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റിലെ ഫ്യൂച്ചറും ഉണ്ട്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ ഇല്ലയോ എന്നാണ് അയാളുടെ പേടി. ഇൻട്രസ്റ്റ് റേറ്റിന്റെ റൈസ് ആണ് അയാളുടെ പേടി. കാരണം ഇന്ന് അടയ്ക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഡെറിവേറ്റീവ്സിൽ പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിയൽ ലൈഫിൽ നമ്മൾ ആരാണോ, നമ്മൾ എന്ത് സിറ്റുവേഷൻ ആണോ ഫേസ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആളായിട്ടാണ് നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ആക്ട് ചെയ്യുക. ഇവിടെ നമ്മളൊരു ബോറോവർ ആണെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ഡെറിവേറ്റീവില് നമ്മളൊരു ഡെപ്പോസിറ്ററിനെ പോലെ ആക്ട് ചെയ്യും. കാരണം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടത്തിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ബോറോവർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് എന്നും നമുക്ക് പ്രശ്നമാണ്. ആർക്കാ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിൽ ഗുണമുള്ളത്? ഒരാൾക്ക് ദോഷമാണെങ്കിൽ മറ്റേയാൾക്ക് ഗുണമാവണം. അപ്പൊ ബോറോവറിന് ഇത് ദോഷമാണെങ്കിൽ ഡെപ്പോസിറ്ററിന് ഇത് ഗുണമല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയായിട്ട് അത്രയധികം ഇൻട്രസ്റ്റ് കിട്ടൂലേ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവിടെ ഈ ഡെപ്പോസിറ്റർ ഒരു ലോൺ കൊടുക്കും. നമ്മൾ ബോറോവർ ആണെങ്കിൽ ലോൺ എടുക്കും, ഡെപ്പോസിറ്റർ ആണെങ്കിൽ ലോൺ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന പോലെ ആക്ട് ചെയ്യുക നമ്മൾ സെല്ല് ചെയ്യുക. ലോൺ എടുക്കുമ്പോൾ അതിനെ ബൈ ചെയ്യാന്നും ലോൺ കൊടുക്കുമ്പോൾ അതിനെ സെല്ല് ചെയ്യാന്നും പറയാം. അപ്പൊ അങ്ങനെ ലോൺ കൊടുക്കുകയാണെങ്കിൽ അയാൾ എന്ന് കൊടുത്തതിനെക്കാട്ടും മുന്നോട്ട് പോകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ അയാൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടൂലേ. അപ്പൊ റിയൽ ലൈഫിൽ ഇയാൾ ഒരു 100 രൂപ ലോൺ എടുത്ത ആളാണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടിയിട്ട് അയാൾക്ക് 10 രൂപ ഇൻട്രസ്റ്റ്, ഇപ്പൊ 5% ആയിരുന്നു, അത് 10% ആയ 10 രൂപ അടക്കേണ്ടി വരും. അതേ സമയത്ത് അയാളുടെ ഡെപ്പോസിറ്റർ ആണെങ്കിൽ ഇന്ന് ഇതേ 100 രൂപ തന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 5% കിട്ടിയിരുന്നു. പിന്നെ മുന്നോട്ട് പോയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ട് അയാൾക്ക് 10% കിട്ടും. അയാൾക്ക് ബെനിഫിറ്റ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിയൽ ലൈഫിൽ എന്താ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഫ്യൂച്ചേഴ്സിനെ നമ്മൾ സെല്ല് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ വരേണ്ടത്. ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു ഫ്യൂച്ചേഴ്സിൽ ബോറോവർ ആണെങ്കിൽ ഓപ്പൺ ചെയ്യുക സെൽ ഓപ്ഷൻ ആണ്. ബോറോവർ ഓപ്പൺ സെൽ. ഡെപ്പോസിറ്റർ ആണെങ്കിൽ അതേ സമയത്ത് ഓപ്പൺ ചെയ്യുക ബൈ ഓപ്ഷൻ ആണ്. അപ്പൊ ഞാനിങ്ങനെ ബോസ് ഡേറ്റ് ഓഫ് ബർത്ത് DOB എന്നാണ് പറഞ്ഞാണ് പഠിപ്പിച്ചു കൊടുക്കില്ല. അപ്പൊ നമ്മളൊരു ബോറോവർ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക സെൽ ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ നമ്മളുടെ ഡെപ്പോസിറ്റർ ആണോ നമ്മൾ എന്തായാലും എല്ലാ കേസിലും ഓപ്പൺ ചെയ്യാൻ ബൈ ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. ഞാൻ വീണ്ടും പറഞ്ഞു, ഓരോ ടോപ്പിക്കിലേക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് മീനിങ്ങിലേക്ക് ഇറങ്ങി പോകുന്നതിൽ നല്ലത് ഈ സമയത്ത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതായിരുന്നു അയാളുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സെൽ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ അതല്ലേ വരുന്നത്. ബോറോവർ ഓപ്പൺ സെൽ എന്നല്ലേ പറഞ്ഞത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ ബൈ ചെയ്യണോ സെൽ ചെയ്യണം. അപ്പൊ ബൈ ചെയ്യുന്നത് എപ്പോഴായിരിക്കും നല്ലത്? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ.
ഇപ്പൊ ബൈയിങ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്തായിരിക്കും ബൈ ചെയ്യുന്ന റെക്കമെൻഡ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ലേ പറഞ്ഞേ, കൂടുന്നതായതുകൊണ്ട് സെല് ചെയ്യുന്നതാണ് നല്ലത്. കറൻസി ഓപ്ഷൻ, ഇൻട്രസ്റ്റും കറൻസിയും ഒരു ബന്ധമില്ല. ഒന്ന് ഇൻട്രസ്റ്റ് റിസ്ക്കും ഒന്ന് ഫോറക്സ് റിസ്ക്കും ആണ്. അപ്പൊ കറൻസി ഓപ്ഷൻ മേടിക്കുന്നതും കൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല, ഇല്ല വിൽക്കുന്നതും കൊണ്ടും കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ബൈയിങ് എ പുട്ട് ഓപ്ഷൻ ഓൺ ഷെയർസ് ആണ്, ഷെയർസ് ഇക്വിറ്റി. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യമാണ് പറയുന്നത്, ലോൺ എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഇക്വിറ്റിനെ പറ്റിയിട്ടല്ല, ഡെപ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, ഡെപ്റ്റിനെ പറ്റി. അപ്പൊ അതുകൊണ്ട് ബൈയിങ് എ പുട്ട് ഓപ്ഷൻ ഓൺ ഷെയർസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കില്ല. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സെല്ലിംഗ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേഷൻ ആണ്, സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിലും എവിടെ ഇക്വേഷൻ ഉണ്ട് ചോദിച്ചാൽ നമ്മളെ ഫോർമുല ഷീറ്റിൽ ഉണ്ട് സ്പ്രെഡിന്റെ ഇക്വേഷൻ. ഇവിടെ എടുത്തു നോക്കിയാൽ കാണാം സ്പ്രെഡിന്റെ കാൽക്കുലേഷൻ. സ്പ്രെഡ് എന്ന് പറയുമ്പോൾ 3 × 3/4 ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻറ്റു വേരിയൻസ് ഓഫ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് റേസ് ടു 1/3. ഇത് നമുക്കൊരു എക്സലില് എല്ലാ വാല്യൂവും ഡയറക്ട്ലി തന്നിട്ടുണ്ട്. മിനിമം ക്യാഷ് ബാലൻസ് ആവശ്യമില്ല, സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. റിട്ടേൺ പോയിന്റ് ചോദിച്ചെങ്കിൽ ആവശ്യം വരുമായിരുന്നു. വേരിയൻസ് ഡയറക്ട്ലി നമുക്ക് ആവശ്യമുണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് പെർ സ്വിച്ച് ഡയറക്ട്ലി നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ശ്രദ്ധിക്കണ്ടേ, വേരിയൻസ് ഡെയിലിയാ തന്നെ, അപ്പൊ ഇൻട്രസ്റ്റും ഡെയിലി ആയിരിക്കണം. ഇത് കപ്ലാൻ കിറ്റിലേക്ക് ഉണ്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ ഡെയിലി വരും, ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഇയർ വരും. നമ്മൾ എപ്പോഴും ബേസ് സെയിം ആയിരിക്കണം. പെർ ഡേ എടുക്കുന്നെങ്കിൽ എല്ലാം പെർ ഡേ ആയിരിക്കണം, പെർ ഇയർ എടുക്കുന്നെങ്കിൽ എല്ലാം പെർ ഇയർ ആയിരിക്കണം. ബേസ് സെയിം ആയി ചെയ്താലേ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേരിയൻസിന്റെ ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ നിങ്ങൾ, ക്വസ്റ്റ്യൻ ഉള്ളല്ലേ, ഇക്വേഷനിലേക്ക് നേരെ പോവാം. സ്പ്രെഡ് ഈക്വൽ ടു 3 × 3/4 × വേരിയൻസ്. വേരിയൻസ് വരുന്നത് 2.5 മില്യൺ ആണ്. 2512 ഇവിടെ ഇതിന് മാത്രം സെപ്പറേറ്റ് ബ്രാക്കറ്റ് കൊടുക്കണം. 3/4 വേരിയൻസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് 20 ആണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് പെർസെന്റേജിലാ തന്നിട്ടുള്ള വാല്യൂ ആക്കണം. അപ്പൊ 0.03 എന്നുള്ളത് വാല്യൂ ആയ 0.0123. എപ്പോഴും ഡെസിമൽ ആക്കാൻ വേണ്ടി 2 പോയിന്റ് ഇപ്പുറത്തേക്ക് ഇട്ടാൽ പോരെ. അപ്പൊ 0.03 2 പോയിന്റ് ഇപ്പുറത്തേക്ക് ഇട്ടു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, റേസ് ടു 1/3 ചെയ്യാനും കൂടി ഇട്ട് റേസ് ടു 1/3 ചെയ്ത 15,000 എന്നാണ് സ്പ്രെഡ് കിട്ടിയ ആൻസർ. അതാണ് ആൻസർ വരുന്നത് 15,000 ആൻസർ കിട്ടി. അത് കംപ്ലീറ്റ് ആയി. ഇതൊക്കെയാണോ കാൽക്കുലേഷൻ? യെസ് ഓർ നോ പറഞ്ഞ, യെസ് ഓർ നോ. ഓക്കെ ആണോ കാൽക്കുലേഷൻ? ഓക്കെ ആണോ? സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അടുത്ത, according to the pecking order theory, which of the following is the preferred order of financing? വീണ്ടും ഭയങ്കര എളുപ്പമുള്ള തിയറി ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എവിടെയാ പഠിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് തിയറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ട്രഡീഷണൽ തിയറി ഉണ്ട്, MM തിയറി വിത്ത് ടാക്സ് ഉണ്ട്, MM തിയറി വിത്തൗട്ട് ടാക്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതൊക്കെ ഓരോ ആൾക്കാരുടെ തിയറിയാണ്. റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെക്കിംഗ് ഓർഡർ തിയറിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഫണ്ട് റേസ് ചെയ്യാൻ നേരത്ത് ആദ്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മുടെ പോക്കറ്റിൽ തപ്പിയിട്ട് പൈസ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മുടെ പോക്കറ്റിനെ തപ്പുന്നതിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയാം. അവിടുന്ന് പൈസ എടുത്തിട്ട് ഇല്ലെങ്കിൽ അവിടുന്ന് പൈസ നമുക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഔട്ട്സൈഡ് പോയി പൈസ ഒപ്പിക്കാൻ പറ്റുള്ളൂ. കമ്പനീന്റെ ഇന്റേണൽ ഫിനാൻസിങ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സും, എക്സ്റ്റേണൽ ഫിനാൻസിങ് തപ്പി പോകാൻ നമ്മൾ പാടുള്ളൂ. അങ്ങനെ ഉള്ളിലുള്ളത് തികയാണ്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഡെപ്റ്റിനാണ്. ഡെപ്റ്റ് ഇക്വിറ്റിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ് കുറവ് ഡെപ്റ്റിനാണ്. സോ ഡെപ്റ്റ് ആണ് പിന്നെ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ റീറ്റെയിൻഡ് ഏർണിങ്സ് വഴി ഡെപ്റ്റ് വഴി ഒപ്പിച്ചിട്ടും പൈസ നമുക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇക്വിറ്റിയിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഓർഡർ ആണ് ഓപ്ഷൻ ബി. ആദ്യം റീറ്റെയിൻഡ് ഏർണിങ്സ്, പിന്നെ ഡെപ്റ്റ്, പിന്നെ ഇക്വിറ്റി. ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സെക്ഷൻ എന്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ മാക്സിമം NPV അവൈലബിൾ? മാക്സിമം NPV കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഡിവിസിബിൾ പ്രോജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. 3 പ്രൊജക്റ്റാണുള്ളത്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. സെക്ഷൻ C ചെയ്യുന്ന പോലെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതി ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ.
3 പ്രൊജക്ട് ഉണ്ട്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം നേരെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാം. എങ്ങനെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാം? ഇക്വേഷൻ എന്തായിരുന്നു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ? എന്തായിരുന്നു ആലോചിച്ചിട്ട് പറഞ്ഞേ. NPV ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? NPV ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഓരോ പ്രൊജക്ടിന്റെ NPV ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 150 600. സീറോസ് കട്ട് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ. ഫുൾ എടുത്താലും ഒരു തെറ്റ് വരില്ല കേട്ടോ. 150 ഡിവൈഡഡ് ബൈ 600 ആദ്യത്തെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടി. അടുത്ത 130 ഡിവൈഡഡ് ബൈ 500. 130 ഡിവൈഡഡ് ബൈ 500 0.26. ഇവിടെ ഞാൻ ചെയ്തത് മാറിപ്പോയോ? 600 എന്നല്ല കേട്ടല്ലേ? 600 ഇപ്പൊ കറക്റ്റ് ആയില്ലേ? 85 divided by 380 equal to 85 divided by 380. ഇത്രയാണ് കിട്ടിയത്. ക്വസ്റ്റ്യനില് താഴെ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക. പ്രൊജക്ട് ആർ ഡിവിസിബിൾ ആൻഡ് പ്രൊജക്ട് ബി ആൻഡ് സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്തായിരുന്നു മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ആ 2 പ്രോജക്റ്റില് ബി ആൻഡ് സി എന്ന് പറയുന്ന 2 പ്രോജക്റ്റില് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 2 ഓപ്ഷനേ ഉള്ളൂ. ആ 2 ഓപ്ഷനിൽ ഒരെണ്ണേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്യുന്നതിനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ബിയും സിയിലും നമ്മൾ ചൂസ് ചെയ്യാൻ ചോദിച്ചാൽ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കിയപ്പോൾ 1 രൂപ മുടക്കിയ കൂടുതൽ റിട്ടേൺ തരുന്ന പ്രോജക്റ്റ് ബി ആണോ സി ആണോ നോക്കിയപ്പോൾ ബി ആണ്. ഇവിടെ 1 രൂപ മുടക്കിയ 0.26 കിട്ടും. സിയിലാണെങ്കിൽ അതേ സ്ഥലത്ത് 1 രൂപ മുടക്കിയ 0.22 കിട്ടുള്ളൂ. അപ്പൊ കൂടുതൽ ബെറ്റർ ഏത് യൂസ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ബി ആണ്. അപ്പൊ നമ്മൾ സി ഇനി കൺസിഡർ ചെയ്യില്ല. റാങ്ക് ചെയ്യുമ്പോൾ എങ്ങനെ പൈസ ഒപ്പിക്കണം എന്ന് റാങ്ക് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് റാങ്ക് ബിക്ക് തന്നെ, സെക്കൻഡ് റാങ്ക് എക്ക് കഴിഞ്ഞു. ഇനി സി ഇല്ല. സി നമ്മൾ കമ്പയർ ചെയ്യില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ പിന്നെ നമുക്ക് 2-ൽ 1 എടുക്കാൻ പറ്റില്ല. ഒരെണ്ണാണ് ബി. അപ്പൊ പിന്നെ മറ്റേത് നമുക്ക് ഒരിക്കലും ചെയ്യാം. ഇനി NPVക്ക് വേണ്ടി എത്രയായിരുന്നു നമ്മുടെ കയ്യിൽ പൈസ? 1 മില്യനെ ഉണ്ടായിരുന്നുള്ളൂ. 1 മില്യൺ. ആദ്യത്തേതില് 150. ആദ്യം പറഞ്ഞ 130 അല്ലേ? 130 പ്രൊജക്ട് ബി. നമുക്ക് ഷെഡ്യൂൾ പോലെ തന്നെ അടച്ച് ചെയ്യാം. NPV ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് NPV പ്രൊജക്ട് എയും ഉണ്ട്, പ്രൊജക്ട് ബിയും ഉണ്ട്. അതിൽ ആദ്യം പ്രൊജക്ട് ബി ചെയ്യണമെന്നല്ലേ നമ്മൾ റാങ്ക് ചെയ്ത പറഞ്ഞ. പ്രൊജക്ട് ബിക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് 1,30,000. അതിൽ നിന്ന് കിട്ടുന്ന NPV 1,30,000 ഇല്ല, 5 lakh അല്ലേ? പിന്നെ തെറ്റിപ്പോകുന്നുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് 500,000. 1 മില്യൺ ആണ് നമുക്ക് ആകെയുള്ള ഫണ്ട്. 1 മില്യൺ 1000 1 2 3 1 മില്യൺ ആണ് നമ്മുടെ ഫണ്ട് വരുന്നത്. ഇപ്പൊ 500,000 ഇവിടെ പോയി. ഇപ്പൊ 130 കിട്ടും. 130 കിട്ടി. ബാക്കി പ്രൊജക്ട് എ ചെയ്യാൻ എത്ര പൈസ ബാക്കിയുണ്ടെന്ന് ചോദിച്ചാൽ പകുതിയോളം ബാക്കിയുണ്ട്. ഈ ഉള്ളതില് 1 മില്യണില് 500 ആണ് പോയത്. ബാക്കി 500 കൂടി ഉണ്ടാവും. ഈ 500 ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ പ്രൊജക്ട് എയിൽ 600 ഇൻവെസ്റ്റ് ചെയ്യുന്നവനാണ് 150. അപ്പൊ ഇത് ഡിവിസിബിൾ ആണ്. എങ്ങനെ വേണേൽ വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ 500 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്ന് ചോദിച്ചാൽ ഈക്വൽ ടു NPV 1,50,000 ഇൻറ്റു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചെയ്താൽ മതി. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1,50,000 അല്ലേ? NPV 1,50,000 ഉണ്ട്. ആ 1,50,000ലേക്ക് ഇൻറ്റു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലേ? ബാലൻസ് എമൗണ്ട് ഇൻറ്റു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അറിയുന്നുണ്ട് അല്ലേ? ബാലൻസ് എമൗണ്ട് ഇൻറ്റു 125 എന്നാണ് വരിക. 125. ആ 150ല് 125 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 150 മൊത്തം കിട്ടണമെങ്കിൽ, ഈ കാണുന്ന 150 മൊത്തം കിട്ടണമെങ്കിൽ 600,000 എന്ന് മുടക്കണ്ടേ? 6 ലക്ഷം മുടക്കിയാലേ 150 കിട്ടുള്ളൂ. നമ്മളടുത്ത് ഇപ്പൊ മുടക്കാൻ വേണ്ടി 5 ലക്ഷം ഉള്ളൂ. അപ്പൊ 150 കിട്ടൂലല്ലോ. ഇതിലും കുറവല്ലേ കിട്ടുള്ളൂ. നിങ്ങൾ എത്രയായിരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. 125 ബാലൻസ് എമൗണ്ടിന് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചെയ്താൽ മതി. ഇല്ലേ സിമ്പിൾ ആയിട്ട് എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ 150 കിട്ടാൻ വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ മുടക്കണമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് 5 ലക്ഷം രൂപ മാത്രം മുടക്കിയത്. അപ്പൊ എത്രയാ വാല്യൂ വരുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ എന്റെ ടോട്ടൽ NPV എത്ര വെച്ചാൽ 255 ആയിരിക്കും. 255 ഓപ്ഷൻ സി ആണ് വരുന്നത്.
സെക്ഷൻ എ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ എ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ പറഞ്ഞത്? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഈ എക്സാം ഞാൻ ഭയങ്കര ചാലഞ്ചിങ് എന്ന് പറഞ്ഞു. ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന എ പാർട്ടാണ്. ആ എ പാർട്ടിൽ തന്നെ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഒരു 6 ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാൽ 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ളൂ. ബാക്കി കൂടുതലും തിയറിയും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടയും അതർ തിയറീസിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ 6 ചോദ്യത്തിൽ ചോദിച്ചത്. അപ്പൊ ആ 6 ചോദ്യത്തിൽ തന്നെ നമ്മൾ ടെൻഷൻ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കയ്യോ പഠിച്ചതൊന്നും വന്നില്ല, ഭയങ്കര ടഫാണ് എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഫിക്സ് ആയി. അത് വെച്ചിട്ടാണ് ബാക്കി ചോദ്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാക്കി ചോദ്യവും തെറ്റാൻ ചാൻസ് ഉണ്ട്. ബാക്കി 6ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് പിന്നെ 7, 8, 9, 10 ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ലാസ്റ്റിലേക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്, നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ എക്സാമിന് ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ആദ്യത്തെ ഇനീഷ്യലി വരുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ് കുറച്ച് ചാലഞ്ചിങ്ങും ചിന്തിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ തന്നെ സ്റ്റക്ക് ആയിരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിന്നാൽ നമ്മുടെ സമയവും കുറേ പോവും, കോൺഫിഡൻസും കുറേ പോവും. അത് നിർബന്ധമായിട്ടും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഒരു ലിമിറ്റഡ് ടൈം കൊടുത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്ലാഗ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്തായാലും പോയിട്ടുണ്ടാവണം. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. പിന്നെ നമ്മൾ സെക്ഷൻ ബിയിലേക്ക് വന്നു. സെക്ഷൻ എ കഴിഞ്ഞു, സെക്ഷൻ എ എല്ലാവർക്കും ഓക്കെ ആണെന്ന് നോക്കും. സെക്ഷൻ ബിയിലേക്ക് വന്നു. സെക്ഷൻ ബി ചെയ്യുമ്പോൾ ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, സെക്ഷൻ ബിയിൽ 5 ചോദ്യങ്ങളുണ്ടാവും. ഇപ്പൊ ഈ ഫസ്റ്റത്തെ ഈ ഫോലെ കമ്പനി എന്ന് പറയുന്ന ഈ കഥേനെ ബേസ് ചെയ്തിട്ട്, ഈ കഥ മാറൂല, ഈ കഥേനെ ബേസ് ചെയ്തിട്ട് 5 ചോദ്യങ്ങൾ ഉണ്ടാവും ആ സെക്ഷൻ ബിയിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, NRV ഉപയോഗിച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ. ബാക്കി ഒരു 4 ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാവും. ഇതില് മിക്കവാറും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ലാസ്റ്റത്തേനോട് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ അതൊരു തിയറി ആയിരിക്കും. ഈ തിയറി നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഡയറക്റ്റ് തിയറി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുന്ന സെക്ഷൻ ബി താഴേന്ന് മേലോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, 5ാമത്തെ ക്വസ്റ്റ്യന് പിന്നെ 4ാമത്തെ 3ാമത്തെ ഒക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ ഡയറക്റ്റ് തിയറികൾ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പൊ ഈ കഥ പോലും വായിക്കാണ്ട് 1-2 ചോദ്യങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അത്രയും സമയം അവിടെ ലാഭമായിരിക്കും. എന്നിട്ട് ബാക്കി ചെയ്യാൻ വേണ്ടി മാത്രം കഥ വായിച്ചാൽ മതി. എക്സാമിന് എങ്ങാനും ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഒറ്റയടിക്ക് ഇത് ക്ലോസ് ആയി പോകും എന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകുമല്ലോ. നമ്മൾ ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ് ഈ സമയം തീരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് ക്ലോസ് ആയി പോയാൽ നമുക്ക് ഒരു ആൻസർ കിട്ടാണ്ടാവും. അപ്പൊ ഈ കഥ വായിക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന തിയറികൾ ഉണ്ടെങ്കിൽ അത് നേരെ ചെയ്തതിന് ശേഷം പിന്നെ കഥ വായിക്കാൻ നിന്നാൽ അത്രയും നമുക്ക് മാർക്സ് കിട്ടും നമ്മൾ ഉറപ്പുവരുത്തി. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 1-2 ക്വസ്റ്റ്യൻ വായിക്കാണ്ട് തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ള സമയം കളയാൻ വേണ്ടി പോകുന്നുള്ളൂ. ഓക്കെയാണോ? പറഞ്ഞത് ഓക്കെയാണോ? ഷുവർണോ? ഇനി ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി അല്ലാണ്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്ന് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അത് റെക്കമെൻഡ് ചെയ്തത്. ഇപ്പൊ ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. An investor performs fundamental analysis to make investment decision. അയാൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് വഴിയാണ്. എന്ന് വെച്ചാൽ പാസ്റ്റ് ഷെയർ പ്രൈസിന്റെ മൂവ്മെന്റ്. അപ്പൊ അത് ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് ബെനിഫിറ്റ് വേണ്ടേ? അങ്ങനെ വരുന്ന മാർക്കറ്റ് ഏതാണെന്നാ ചോദിച്ചേ? വീക്ക് ഫോം എഫിഷ്യന്റ് അല്ലേ? ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ എഫിഷ്യന്റ് മാർക്കറ്റ് ആണ്. അപ്പൊ നോട്ട് എഫിഷ്യന്റ് എന്നുള്ള ആൻസർ തെറ്റാണ്. അതിൽ തന്നെ വീക്ക് ആണോ സെമി സ്ട്രോങ് ആണോ സ്ട്രോങ് ആണോ എന്ന് നോക്കിയാൽ ഫണ്ടമെന്റൽ അനാലിസിസ് വഴി ഒരിക്കലും സെമി സ്ട്രോങ്ങിലോ അല്ലെങ്കിൽ സ്ട്രോങ്ങിലോ നമുക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും അതേപോലെ പിന്നെ ഇന്റേണൽ ഇൻഫർമേഷനും ഇങ്ങനത്തെ പല കാര്യങ്ങളും ഓൾറെഡി അതിൽ റിഫ്ലക്ട് ആയി. അപ്പൊ ഈ പാസ്റ്റ് ഷെയർ പ്രൈസ് മൂവ്മെന്റ് കൊണ്ട് മാത്രം നമുക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. സോ ബെറ്റർ എപ്പോഴും ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന എഫിഷ്യൻസി വീക്ക് ഫോം എഫിഷ്യൻസി ആണ്. ഓക്കെ ആണോ പറഞ്ഞേ? യെസ് ഓർ നോ പറഞ്ഞേ? യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആ കണ്ട സിനാരിയോ ഒന്ന് വായിച്ചു നോക്കാണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഞാൻ പ്രീവിയസ് അടിക്കുന്നത്, പ്രീവിയസ് കാരണം നേരെ 20ലേക്കാണ് വന്നത്. തൊട്ട് മുമ്പത്തെ 19ലേക്ക് പോകുന്നു. ഇവിടെ ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ കഥ വായിക്കണം. അപ്പൊ കഥ വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ വേറെ ഏതെങ്കിലും തിയറി അതിന്റെ ഇടയിൽ ഉണ്ടാവും, അതിന് തപ്പി പോകണ്ട, നമുക്ക് ആ ഓർഡറിൽ തന്നെ ബാക്കൗട്ട് ചെയ്തു വരാം. ഇവിടെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫോലി കമ്പനീസ് ഇക്വിറ്റി യൂസിംഗ് PE റേഷ്യോ മെത്തേഡ് അഡ്ജസ്റ്റഡ് ഫോർ അൺലിസ്റ്റഡ് കമ്പനി ഡിസ്കൗണ്ട്?
അപ്പൊ അവിടെ അൺലിസ്റ്റഡ് കമ്പനിക്ക് എന്തോ ഒരു PE റേഷ്യോയിൽ എന്തോ ഡിസ്കൗണ്ട് ഒക്കെ പറയുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ സൈറ്റിന്റെ എറർ ആണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല എക്സാമിന് കേട്ടോ. ഇതാ താഴത്തെ 4 ഓപ്ഷൻ തന്നെ അടുപ്പിച്ച് മേലേക്ക് വന്ന് പോയി നോക്കും. സൈറ്റിന്റെ ചെറിയ എറർ ആണ്, അത് കാര്യമാക്കണ്ട. താഴത്തെ ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫോലെ കമ്പനി ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. PE റേഷ്യോ മെത്തഡ് ഉപയോഗിക്കുന്ന അൺലിസ്റ്റഡ് കമ്പനി ആവണ്ടേ. ദേ ഹാവ് സ്റ്റഡി ഗ്രോത്ത് ഇൻ റീസെന്റ് ഇയേഴ്സ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കമ്പനീസ് അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു ലാർജ് കോമ്പറ്റീറ്റർ ആണ് ജെസ്റ്റേസ് എന്ന് പറയുന്ന കമ്പനി. അവർ ഇവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഇവർ അക്വയർ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഫോളി കമ്പനിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്തൊക്കെയോ തന്നിട്ട് അസറ്റ്, ലയബിലിറ്റി, NRV തന്നിട്ട്. അപ്പോൾ അസറ്റ് ബേസ്ഡ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ വാല്യൂഷന് വേണ്ടിയിട്ടായിരിക്കും. ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് തന്നിട്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. EPS അല്ലെങ്കിൽ ഏർണിംഗ്സ് ഇൻറ്റു PE റേഷ്യോ ആണ് നമ്മുടെ ബിസിനസിന്റെ വാല്യൂ PE റേഷ്യോ മെത്തഡിൽ. റീസെന്റ് ഡിവിഡൻഡ് ഹിസ്റ്ററി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടാവും. KE ഉണ്ട്, ഷെയർസിന്റെ ഇഷ്യൂ ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ജെസ്റ്റേസ്. ഈ പറയുന്ന ഫോളി കമ്പനി ലിസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് അവർക്ക് PE റേഷ്യോ ഉണ്ടാവില്ല. അപ്പൊ അവർ ഇവരെ പോലെ തന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ വേണം യൂസ് ചെയ്യാൻ. അതാണ് ഇപ്പൊ ജെസ്റ്റേസിന്റെ തന്നെ 15. സിൻസ് ഫോളിക്സ് ഈസ് ആൻ അൺലിസ്റ്റഡ് കമ്പനി, എ ഡിസ്കൗണ്ട് ഓഫ് 30% യൂഷ്വലി അപ്ലൈഡ് ടു PE റേഷ്യോ. അപ്പൊ ആ ലിസ്റ്റഡ് കമ്പനിന്റെ PE റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. നമ്മുടെ അതായിരിക്കില്ലല്ലോ, മാറ്റം ഉണ്ടാവില്ലേ. അപ്പൊ ലിസ്റ്റഡ് കമ്പനിയിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന നമ്മുടെ ബിസിനസിന്റെ വാല്യൂ കറക്റ്റ് ആവുന്നില്ല. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്താം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു 30% കുറച്ചോ. ജെസ്റ്റേസ് വലിയ കമ്പനിയാണ്, നമ്മൾ ചെറിയ കമ്പനിയാണ്. അപ്പൊ അവരെ ഒരു 30% കുറച്ചിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടാൽ മതി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ ഏർണിങ്സ് തന്നിട്ടുണ്ട് 800,000. PE റേഷ്യോ തന്നിട്ടുണ്ട്. PE റേഷ്യോ 15 തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടും പറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ട് 30% ആണ് ഡിസ്കൗണ്ട് പറഞ്ഞത്. അപ്പോ ഡിസ്കൗണ്ടഡ് PE റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന അഡ്ജസ്റ്റഡ് PE റേഷ്യോ എത്രയാന്ന് ചോദിച്ചാൽ 15 എന്ന് പറയുന്നതിന് 30% പോയാൽ ബാക്കി 70% ഉണ്ടാവും. 10.5 ആയിരിക്കും നമ്മുടെ അഡ്ജസ്റ്റഡ് PE റേഷ്യോ. ആ PE റേഷ്യോ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ബിസിനസിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 8 ലക്ഷമാണ് ഏൺ ചെയ്യുന്നത്. നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന നമ്മുടെ കറക്റ്റ് ഇതായിട്ട് വരുന്ന കാൽക്കുലേഷൻ എല്ലാം ഇല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കിയിട്ട് വരുന്ന ബാക്കിയാണ് ഈ 10.5. അപ്പൊ ഈ 10.5 വെച്ച് എന്ത് ചെയ്തത് 840 ആണ്. 8.4 മില്യൺ ആയിരിക്കും നമ്മുടെ ബിസിനസിന്റെ വാല്യൂ. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഓപ്ഷൻ 8.4 മില്യൺ ആണ് നമ്മുടെ ബിസിനസിന്റെ വാല്യൂ. പറഞ്ഞത് ഓക്കെയാണോ? ഇവിടെ വരെ ഓക്കെയാണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? അടുത്തത് വീണ്ടും PE റേഷ്യോ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. Which of the following statement best explains why Jstays PLC would prefer to use an earnings based valuation method over net asset? നെറ്റ് അസറ്റ് ഉപയോഗിക്കുന്നതിനെക്കാട്ടും ഏർണിംഗ്സ് ബേസ്ഡ് ആയിട്ട് വരുന്ന PE റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അവരത് പ്രിഫർ ചെയ്യുക എന്നാണ് ചോദിച്ചത്. നെറ്റ് അസറ്റ് ഈസ് മോർ കോംപ്ലക്സ് ടു കാൽക്കുലേറ്റ്. അങ്ങനെയൊന്നുമില്ല. അവരെ കാൽക്കുലേഷൻ ഭയങ്കര പാടായതുകൊണ്ട് വുഡ് ഓഫൺ റിസൾട്ട് ഇൻ ഹയർ വാല്യൂഷൻ. അത് കാരണമൊന്നായിരിക്കില്ല അവർ ചൂസ് ചെയ്ത്. PE മെത്തേഡ് ഈസ് ഗവേൺഡ് ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മേക്കിംഗ് ഇറ്റ് മോർ റിലയബിൾ. അങ്ങനെയുണ്ടോ? PE റേഷ്യോ മെത്തേഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ്. അസറ്റ് ബേസ്ഡ് വാല്യൂഷൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ തെറ്റാണ്. വെരി റോങ് ഓപ്ഷൻ ആണ്. The PE method focuses on earning potential of target business which aligns with the synergy benefit the acquirer aims to achieve ആണ്. കാരണം ഈ അസറ്റ് ബേസ്ഡ് വാല്യുവേഷനിൽ നമ്മുടെ കമ്പനിക്ക് എന്താ അസറ്റ് ഉണ്ട് എന്ന് മാത്രം നോക്കിയിട്ടാണ് ബിസിനസിനെ വാല്യൂ ചെയ്യുന്നത്. ശരിക്കും ഒരാൾ ഒരു കമ്പനീനെ അക്വയർ ചെയ്യുന്നത് അവിടുത്തെ അസറ്റിനെ കണ്ടിട്ടായിരിക്കും. ആ കമ്പനിയിലെ അസറ്റുകൾ കണ്ടിട്ടാണോ? അപ്പൊ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലേ, അവിടെയുള്ള പ്രൊജക്ടറും അവിടെയുള്ള സോഫയും സാധനങ്ങളും വെൻഡിങ് മെഷീനും ഇതൊക്കെ കണ്ടിട്ടാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തത്? അല്ല. അപ്പൊ നിങ്ങൾ ഒരു കമ്പനീനെ അക്വയർ ചെയ്യേണ്ട ഒരു തീരുമാനം എടുക്കാൻ നേരത്ത് അവിടുത്തെ അസറ്റുകൾ നോക്കിയിട്ടല്ല തീരുമാനിക്കുക. അവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻകം നോക്കിയിട്ടാണ്. ആ അസറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിലാണ് നിങ്ങളൊരു കമ്പനീനെ അക്വയർ ചെയ്യുക. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്ന കേസ് പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സക്സസിനെയും നിങ്ങളുടെ ക്ലാസസിന്റെ ക്വാളിറ്റിനെയും ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ അവിടെ തീരുമാനം എടുത്തിട്ടുണ്ടാവും. അല്ലാണ്ട് അവിടെ അസറ്റ് നോക്കിയിട്ടല്ല. അപ്പൊ PE മെത്തേഡ് ഫോക്കസസ് ഓൺ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദി ടാർഗറ്റ് ബിസിനസ്. നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ ടാർഗറ്റ് ബിസിനസിന്റെ കാരണം വിച്ച് അലൈൻസ് ദി സിനർജി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരുമിച്ച് വരുന്നത്. ദ അക്വയർ എയിംസ് ടു അച്ചീവ്.
അയാൾ കിട്ടണം എന്ന് വിചാരിക്കുന്ന ബെനിഫിറ്റിനോട് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളത് PE റേഷ്യോ മെത്തേഡ് ആണ് എന്നാ പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആൻസർ ആണ്. താഴത്തെ ആൻസർ പറഞ്ഞ നെറ്റ് അസറ്റ് മെത്തേഡ് ഈസ് ഓൺലി അപ്രോപ്രിയേറ്റ് ഫോർ കമ്പനീസ് ദാറ്റ് ആർ ബീങ് ലിക്വിഡേറ്റഡ്. ഒരു മിനിമം പ്രൈസ്, ഒരു ടേക്ക് ഓവറിന്റെ മിനിമം പ്രൈസ് കണ്ടുപിടിക്കാനും നമുക്ക് അസറ്റ് ബേസ്ഡ് വാല്യുവേഷൻ ഉപയോഗിക്കാം. ലിക്വിഡേഷൻ കമ്പനീസ് അസറ്റ് ബേസ്ഡ് വാല്യുവേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ശരിയാണായി തെറ്റൊന്നുമില്ല. പക്ഷെ ഓൺലി അപ്രോപ്രിയേറ്റ് ഫോർ ലിക്വിഡേഷൻ കമ്പനീസ് എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവണമെന്നില്ല. നമുക്കൊരു മിനിമം പ്രൈസ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ ആ രണ്ട് മെത്തേഡിൽ PE റേഷ്യോ എന്തുകൊണ്ട് അസറ്റ് ബേസിനെക്കാട്ടും നല്ലതാണ് എന്ന് ചോദിച്ചതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഓപ്ഷൻ C ആണ്. ഓക്കെയാണോ? പറഞ്ഞതൊക്കെയാണോ? യെസ് പറഞ്ഞതൊക്കെയാണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നമ്മൾ ബാക്കോട്ടാണ് ചെയ്തു വന്നുകൊണ്ടിരുന്നത്. 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതിൽ ടോട്ടൽ വാല്യൂ ഓഫ് ഫുള്ളി കമ്പനി യൂസിങ് ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ. അത് ഇക്വേഷൻ ഒക്കെ എഴുതാം. ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡലാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. D0 ഇൻറ്റു എങ്ങനെ കണ്ടുപിടിക്കുക? P0 ഇത് P0 ആണ്. P0 ഈക്വൽ ടു D0 ഇൻറ്റു 1 പ്ലസ് G ഡിവൈഡഡ് ബൈ KE മൈനസ് G ആണ്. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം ചോദിച്ചാൽ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണ എന്തൊക്കെ സാധനം വേണം ചോദിച്ചാൽ, D0 വേണം നമുക്ക്, KE വേണം നമുക്ക്, KE G വേണം നമുക്ക്. ഈ 3 സാധനങ്ങളാണ് വേണ്ടേ. ക്വസ്റ്റ്യൻ എന്തൊക്കെയാ തന്നെ നോക്കാം. റീസെന്റ് ഡിവിഡൻഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി G കണ്ടുപിടിക്കാം. അതിലെ ലേറ്റസ്റ്റ് ഡിവിഡൻഡ് ആണ് D0 337.50. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട് 10%, 0.1. G കണ്ടുപിടിക്കണം. G കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോറിക് ആവറേജ് ആയിരിക്കും, കാരണം കുറെ ഡാറ്റ വന്നിട്ടുണ്ട്. ന്യൂ ഡിവിഡൻഡ് ബൈ ഓൾഡ് ഡിവിഡൻഡ് റൈസ് ടു 1 ബൈ നമ്പർ ഓഫ് ലീപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ചാടി, ഹോൾ -1. ന്യൂ ഡിവിഡൻഡ് എത്രയായിരുന്നു? ന്യൂ ഡിവിഡൻഡ് ഇക്വേഷൻ വീണ്ടും പറയാം, ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പറയണം എന്താ ഇക്വേഷൻ വരുന്നത്. G എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ന്യൂ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഓൾഡ് ഡിവിഡൻഡ് റൈസ് ടു 1 ബൈ നമ്പർ ഓഫ് ലീപ്സ് ഹോൾ -1. ഇതിൽ ന്യൂ ഡിവിഡൻഡ് ആയിരുന്നു D0 ഡിവൈഡഡ് ബൈ ഓൾഡ് ഡിവിഡൻഡ് ആണ് 3 lakh. ഞാൻ 227.50 അടിച്ച് 337.50 എന്നാണ് ഉള്ളത്. 337.50 ചെറിയൊരു കയ്യബദ്ധം. പക്ഷെ അത് മതി ആൻസർ തെറ്റാൻ വേണ്ടി വീണ്ടും നോക്കി ഉറപ്പുവരുത്തി. ഇല്ലെങ്കിൽ അത് മതിയായിരുന്നു, എന്റെ ആൻസർ തെറ്റിപ്പോയിണ്ടാവും. ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ 300,000 റൈസ് ടു 1 ബൈ നമ്പർ ഓഫ് ലീപ്സ് എടുക്കാൻ വേണ്ടി 1 ഡിവൈഡഡ് ബൈ എത്ര ലീപ്പ് ആയിരുന്നുള്ളേ? 3 ഡാറ്റ എന്ന് പറയുമ്പോൾ 2 ലീപ്പാണ്. റൈസ് ടു 1/2 ഹോൾ -1. 0.05 എന്ന് പറഞ്ഞാൽ 5% കിട്ടി. ഇപ്പൊ P0 ഈക്വൽ ടു D0 ഇൻറ്റു 1 പ്ലസ് G ഡിവൈഡഡ് ബൈ KE മൈനസ് G. അതൊരു ബ്രാക്കറ്റിൽ ഇടണം. KE മൈനസ് G ഒരുമിച്ചിട്ടുണ്ട്. KE മൈനസ് G. $6945,750 $6945,750 എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ ആണോ? അല്ല, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടിയാണ്. അപ്പൊ ആൻസർ അതാണ് തന്നെ, 6945,750. അത് കംപ്ലീറ്റ് ആയി. 6945,750. പ്രീവിയസ് ഒരെണ്ണം കൂടി ഇല്ലേ ബാക്കിൽ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1 ഷെയർ ഇൻ ഫോളി കമ്പനി യൂസിങ് നെറ്റ് അസെറ്റ്? റിയലൈസബിൾ വാല്യൂ മെത്തേഡ് പ്രകാരം ഒരു ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇവിടെ തന്നേക്ക ഫുൾ വാല്യൂസ് ആണ്. നോക്കാമോ? ടോട്ടൽ അസറ്റ് ഉണ്ട്, ബുക്ക് വാല്യൂ 8.5, ലയബിലിറ്റി ഉണ്ട് 3.5, എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് നോൺ കറന്റ് അസറ്റ് 2 million ഹയർ ദാൻ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ഇപ്പൊ 8.5 ഉള്ളൂ. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 million കൂടുതലായിരിക്കും. വേറെ ഡാറ്റ ഒന്നുമില്ല. അപ്പൊ അത് എഴുതാം. അസറ്റ് എത്രയായിരുന്നു ചോദിച്ചാൽ 8.5 പ്ലസ് 2 അല്ലെ, 2 million മാറ്റേണ്ട +2 കൊടുത്തു, 10.5 വന്നു. അതേപോലെ തന്നെ ലയബിലിറ്റി 3.5 ആണ്. സെറ്റ് മൈനസ് ലയബിലിറ്റി ചെയ്ത ഈക്വൽ ടു അസെറ്റ് മൈനസ് ലയബിലിറ്റി ചെയ്ത നെറ്റ് അസെറ്റ് 7 കിട്ടും. 7 ഇത് നെറ്റ് അസെറ്റിന്റെ വാല്യൂ ആണ്. നെറ്റ് അസെറ്റ് ടോട്ടൽ നമുക്ക് വേണ്ടത് പെർ ഷെയർ ആണ്. പെർ ഷെയർ അത് കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് അറിയണം. നമ്പർ ഓഫ് ഷെയർസ്
നമ്പർ ഓഫ് ഷെയർസ് കിട്ടണം. നമ്പർ ഓഫ് ഷെയർസ് കിട്ടാൻ വേണ്ടി ഇക്വിറ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. 1,000,000 നോമിനൽ വാല്യൂ, 0.5 ആണ് ഒരു ഷെയറിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 2 രൂപയായിരിക്കും, ഇല്ല 2 മില്യൺ ആയിരിക്കും. 2 മില്യൺ ഈക്വൽ ടു 1 മില്യൺ ഡിവൈഡഡ് ബൈ 0.5 നോമിനൽ വാല്യൂ ബൈ വാല്യൂ പെർ ഷെയർ ചെയ്ത നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. 7 ഡിവൈഡഡ് ബൈ 2 അല്ലേ, 7 ടോട്ടൽ വാല്യൂ, നമ്പർ ഓഫ് ഷെയർസ് 2 ആണ്. 7 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 3.5 ആണ് പ്രൈസ് പെർ ഷെയർ. 3.5 ഓപ്ഷൻ ബി. ഓക്കെ ആണോ എല്ലാവർക്കും? ഇത് ഓക്കെയാണോ ചെയ്തത്? യെസ് ഓർ നോ പറഞ്ഞേ, യെസ് ഓർ നോ. ബാക്കി ഒരാളോട് ഉണ്ടല്ലോ, ഒരാളോട് എന്താ പറയാത്തെ? കറക്റ്റ് ആണോ, മനസ്സിലായോ ഇവിടെ വരെ പറഞ്ഞേ? യെസ് ഓർ നോ പറഞ്ഞേ, പേരെടുത്ത് ചോദിക്കണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇപ്പൊ ഇവിടെ നാവിഗേറ്റർ എടുത്ത് നോക്കിയാൽ കാണാം, ആദ്യത്തെ 5 നമ്മൾ കഴിഞ്ഞു. അടുത്തത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാല് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വീണ്ടും 5 ഉണ്ട്. പഴയ ഓർഡറിൽ തന്നെ ചെയ്താൽ പോരെ, നമ്മള് ബാക്കിൽ നിന്ന് തുടങ്ങുന്നു. 25. ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റത്തിൽ ഏതാണ് കറക്റ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇറ്റ് ഇൻക്രീസ് ഹോൾഡിംഗ് കോസ്റ്റ് ആണോ? ജസ്റ്റ് ഇൻ ടൈം എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ തന്നെ പറഞ്ഞ് മേടിക്കുന്നു, ഇപ്പൊ തന്നെ ഓർഡർ കൊടുക്കുന്നു, ഇപ്പൊ തന്നെ കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? ഹോൾഡിംഗ് കോസ്റ്റ് അത്രയും കുറയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തെറ്റാ. ഇറ്റ് ഷിഫ്റ്റ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ക്വാളിറ്റി കൺട്രോൾ ലാർജ്ലി ടു ദി സപ്ലയർ. ശരിയാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്താണ് അവരെ വിളിച്ചു പറയുക. അപ്പൊ അവരാ തരുന്ന സാധനം നേരെ ഉപയോഗിക്കാന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾക്ക് ഇതിന്റെ പുറകെ നടന്ന് കുറെ ക്വാളിറ്റി കൺട്രോൾ, അതിന് കുറെ സമയം ചെലവഴിക്കാനും ഇല്ല. കാരണം നമുക്ക് ഇപ്പൊ ആവശ്യം വരുമ്പോഴാണ് ഈ സാധനം ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേതാണെങ്കിൽ നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്ത് വന്ന് ചെക്ക് ചെയ്ത് ഇത് ഓക്കെയാണ് എടുത്ത് അല്ലെങ്കിൽ തിരിച്ചയച്ച് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പെട്ടെന്നാണ് വേണ്ടത്, ജസ്റ്റ് ഇൻ ടൈം ആണ്, ഇപ്പൊ തന്നെ കിട്ടണം. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സപ്ലയർ തന്നെയാവും. അയാൾ വേണം നോക്കിയും കണ്ട് നമുക്ക് നല്ല സാധനം ചെയ്യാൻ വേണ്ടി. അപ്പൊ അവിടെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഒക്കെ വേണം അയാൾ അങ്ങനെ തരണമെങ്കിൽ. ഇതാണ് കറക്റ്റ്. ഇറ്റ് റെഡ്യൂസസ് റിലയൻസ് ഓൺ സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തെറ്റല്ലേ. നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് തരുള്ളൂ. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ കമ്പനീസ് വിത്ത് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് ആണോ? എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജസ്റ്റ് ഇൻ ടൈം നല്ലത്. അങ്ങനെ വരുമ്പോൾ അല്ലേ നമുക്ക് കുറെ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നത് നല്ലത്. അതുപോലെ നമുക്ക് എന്തായി സ്റ്റോക്ക് ഔട്ട് ഒന്നും ആയി പോകാണ്ടിരിക്കുമല്ലോ. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ആദ്യം എടുത്ത് കുറച്ച് കയ്യിൽ വെക്കുക, അപ്പൊ നമ്മൾ കുടുങ്ങില്ല. അല്ലെങ്കിൽ നമ്മൾ അപ്പൊ ഓർഡർ ചെയ്യാൻ പോയാൽ പെട്ടെന്ന് ഒരു ഫ്ലക്ച്വേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ കുടുങ്ങി പോകും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് അല്ല. കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഇനി മുമ്പത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടു ഓഫ് ദി ആർ ദി ഫോളോയിങ് സിംറ്റംസ് ഓഫ് ഓവർ ട്രേഡിംഗ്? എളുപ്പം ക്വസ്റ്റ്യൻ. ഓവർ ട്രേഡിങ്ങിന് കുറച്ച് സിംറ്റംസ് ഉള്ള സിംറ്റംസ് ഓർമ്മേണ്ടി കിട്ടുക. എന്തൊക്കെയായിരുന്നു? സെയിൽസ് റവന്യൂ കൂടുക, അതേപോലെ തന്നെ ലോങ് ടേം ഫണ്ടിങ് ആണോ ഷോർട്ട് ടേം ഫണ്ടിങ് ആണോ കൂടുന്നത്? ഷോർട്ട് ടേം ഫണ്ടിങ് കൂടുക, ലോങ് ടേമിന്റെ കുറവാണ്. ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. കറന്റ് റേഷ്യോ ക്വിക്ക് റേഷ്യോ ഒക്കെ ഫാൾ ആവുക. ഇവിടെ റാപ്പിഡ് ഇൻക്രീസ് ഇൻ സെയിൽസ് റവന്യൂ കറക്റ്റ് ആണ്. ക്വിക്ക് റേഷ്യോ ഒക്കെ കറന്റ് റേഷ്യോ ഒക്കെ ഫാൾ ആവുകയാണ്, തെറ്റാണ്. ഇൻക്രീസ് ഇൻ പേയബിൾ ഡേയ്സ് കറക്റ്റ് ആണ്. ഹൈ ക്യാഷ് ബാലൻസ് തെറ്റാണ്. കാരണം ക്യാഷ് നമ്മുടെ കയ്യിൽ ഇല്ല. ഓവർ ട്രേഡിംഗ് എന്നുള്ള സിറ്റുവേഷനിൽ തന്നെ പറയുന്ന നമ്മൾ കുറെ സാധനം കടത്തിന് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത ആ സ്റ്റേജിനെയും കൂടിയാണ് നമ്മൾ ഓവർ ട്രേഡിംഗ് എന്ന് വിളിക്കുക. ഓവർ ട്രേഡിംഗ്. അപ്പൊ ഇവിടെ ഹൈ ക്യാഷ് ബാലൻസ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾ ഡേയ്സ്, പൈസ ഇല്ല, അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അയാളോട് നമ്മൾ കൂടുതൽ ദിവസം ചോദിക്കും. ഇപ്പൊ 10 ദിവസം മതി, ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല, ഒരു 15 ദിവസം കൂടി കൊണ്ടാ എന്ന് നമ്മൾ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് പേയബിൾ ഡേയ്സ് കൂടുതലായിരിക്കും. ഓക്കെ, yes or no? Yes or no പറഞ്ഞേ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 2 തിയറി ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെയുള്ള കഥ ഒന്നും വായിച്ചു നോക്കേണ്ട, 2 ചോദ്യം ചെയ്ത് ഇതാ ഞാൻ പറഞ്ഞ എളുപ്പപ്പണി. ഇപ്പുറത്തുള്ള ഒരു സ്റ്റോറിയും വായിക്കാണ്ട് തന്നെ ആ 2 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു. വാട്ട് ഇസ് ദ നെറ്റ് ഫിനാൻഷ്യൽ എഫക്ട് ഓഫ് ആക്സെപ്റ്റിംഗ് ബൾക്ക് പർച്ചേസ് ഡിസ്കൗണ്ട് ഓഫ് 0.5% ഫോർ ഓർഡേഴ്സ് ഓൺ 80,000? കറന്റ്ലി അവർ ഓർഡർ ചെയ്യുന്നത് 50,000 യൂണിറ്റ്സ് ആണ്. 50,000 യൂണിറ്റ്സ്. അപ്പൊ നോക്കാം, ഇത്
വീണ്ടും പെൻ ആൻഡ് പേപ്പറിലും കാൽക്കുലേറ്റർ അടിച്ച് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി എക്സലിലുള്ള എൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് അറിയാം. ആ ഫോർമാറ്റിൽ ഡയറക്റ്റ്ലി അങ്ങ് ചെയ്താൽ മതി. അപ്ലൈ ചെയ്താൽ എളുപ്പമായിരിക്കും. എന്താ ഫോർമാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന സാധനങ്ങളൊക്കെ ആദ്യം ഇടും. എന്തൊക്കെ തന്നിട്ടുണ്ടാവും വെച്ചാൽ ഡിമാൻഡ് ഉണ്ടാവും, പർച്ചേസ് പ്രൈസ് ഉണ്ടാവും, കോസ്റ്റ് ഓഫ് ഓർഡർ, കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഉണ്ടാവും, ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടാവും, ഓർഡർ ക്വാണ്ടിറ്റി. ഇത്രയും സാധനം നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇത്രയും തന്നാലേ നമ്പർ ഓഫ് ഓർഡേഴ്സ്, ആവറേജ് ഇൻവെന്ററി ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഉപയോഗിച്ചിട്ട് വേണം പർച്ചേസ് പ്രൈസ്. ഡിസ്കൗണ്ടിന്റെ കേസ് അല്ലേ, ഇപ്പൊ പർച്ചേസ് പ്രൈസ് വേണം. പർച്ചേസ് പ്രൈസ് അല്ല, പർച്ചേസ് കോസ്റ്റ്. മൊത്തത്തിൽ പർച്ചേസ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ്, അതേപോലെ തന്നെ ഹോൾഡിംഗ് കോസ്റ്റ്, ഡിമാൻഡ്. ഓരോ നോക്കാം. കറന്റ്ലി 50,000 യൂണിറ്റ് ആണ് അവര് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ 80,000 ആക്കും. അപ്പൊ ഇതാണ് കറണ്ട്, പിന്നെ ന്യൂ. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലാണോ കുറവാണോ ഉണ്ടോ എന്നുള്ളതൊക്കെ പറയേണ്ടത്. ആണ് ഇപ്പൊ ഓർഡർ ചെയ്യുന്നത്. 80,000 ആക്കണം. ഇപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് ആണ് ഇവിടെയൊക്കെ. കഥയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, വാല്യൂ വെച്ചിട്ട് പറയുന്നത് ഇവിടെയാണ്. കറന്റ്ലി ഹേ കമ്പനി പ്ലേസസ് ഓർഡർ ഫോർ റോ മെറ്റീരിയൽസ് അറ്റ് 50,000 യൂണിറ്റ്സ് പെർ മന്ത്. എല്ലാ മാസവും 50,000 വെച്ച് ഓർഡർ കൊടുക്കുന്നത്. നമ്മുടെ ആനുവൽ ഡിമാൻഡ് തന്നെ ആനുവൽ ആണ്. ആനുവൽ ഡിമാൻഡ് നമുക്ക് കൊടുക്കുക ഒരു വർഷത്തെ. ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ അവൻ എത്ര യൂണിറ്റ്സ്, 50,000 യൂണിറ്റ്സ് മേടിക്കുന്നുണ്ട് 12 മാസം വെച്ചിട്ട്. അപ്പൊ ഇവിടെ 6 ലക്ഷം ആയിരിക്കും അവന്റെ ഡിമാൻഡ്. ഈ ഡിമാൻഡ് മാറൂല പുതിയ കേസിലും, അതേ 6 ലക്ഷം തന്നെയാണ് വരിക. എന്നിട്ട് പിന്നെ എന്താ തന്നിട്ടില്ല, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡർ 200. നിങ്ങൾ വായിച്ച് ചെയ്തിട്ടുണ്ടാവുന്നതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ ഉള്ള സാധനങ്ങൾ തന്നെ. കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 0.5. ഇതിലൊന്നും ഒരു മാറ്റവും വരില്ല. ഈ രണ്ട് കേസിലും ഇതിലൊന്നും ഒരു മാറ്റവും വരില്ല. പർച്ചേസ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 രൂപയാണ്. ഇവിടെ 10 രൂപയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് ആയിട്ട് എത്ര പെർസെന്റേജാ? ഡിസ്കൗണ്ട് എത്ര കൊടുത്തേ? 0.5%. 0.5% ആണ് കൊടുത്തത്. ഈക്വൽ ടു ഇതിന് 0.5 പോയാ ബാക്കി 99.5. ഇത്രയാണ് വരുന്നത്. നമ്പർ ഓഫ് ഓർഡേഴ്സ്, എത്ര ഓർഡർ ചെയ്തു എന്ന് ചോദിച്ചാൽ മൊത്തം 6 ലക്ഷം ആയിരുന്നു വേണ്ടേ. ഓരോ പ്രാവശ്യം 50,000 വെച്ച് ചെയ്തു. അപ്പൊ 12. ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഓർഡർ ക്വാണ്ടിറ്റി ബൈ 2 ആണ് നമ്മുടെ അസംഷൻ. എത്രയാണ് നമ്മൾ ആവറേജ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൊണ്ടുവന്നതിന്റെ പകുതിയെങ്കിലും മിക്കപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നാണ് നമ്മുടെ അസംഷൻ. അതെല്ലാ ക്വസ്റ്റ്യനിലും ഒരേ അസംഷൻ ആണ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറുന്നില്ല. ബഫർ സ്റ്റോക്ക് വരുന്ന കേസ് ഉണ്ട്. ബഫർ സ്റ്റോക്ക് വരുന്ന കേസിൽ മാത്രം ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഓർഡർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2 ആണ്. എങ്ങാനും ബഫർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ഇൻ കേസ് ബഫർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ബഫർ സ്റ്റോക്ക് പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി ബൈ 2 ആണ്. ഇത് രണ്ടിനെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ബഫർ സ്റ്റോക്കിനെ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ആ ഡിവൈഡ് ചെയ്ത വാല്യൂന്റെ കൂടെ ബഫർ സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ആവറേജ് ഇൻവെന്ററി. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത് മൊത്തം ആ വർഷം ഇത്രയും മേടിച്ചു, ഒരെണ്ണത്തിന് 10 രൂപ. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഓർഡർ ചെയ്തു? 12 പ്രാവശ്യം ഓർഡർ ചെയ്തോളൂ. ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് ആണ് 200 രൂപ. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഇത്രയും ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഒരെണ്ണം കയ്യിൽ വെച്ചാൽ തന്നെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 0.5 ആണ്. അപ്പൊ ഇത്രയായിരിക്കും വരിക. ഇനി ഇവിടെ എക്സൽ എന്ന് പറയുന്ന എന്റെ അടിമ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്ത വർക്കല്ല ഇവിടത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. എല്ലാം ഫംഗ്ഷൻ ആയതുകൊണ്ട് അപ്പൊ ഇത്രയാണ് തന്നെ. അപ്പൊ ഇവിടെ നെറ്റ് കോസ്റ്റ് ആയിരിക്കും വരിക. നെറ്റ് കോസ്റ്റ് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ബെനിഫിറ്റ് 50,000 കൊടുത്ത എവിടെയും മാറിയോ? 0.5% 80,000 യൂണിറ്റ്സ് ചെയ്തതിൽ എവിടെയോ ചേഞ്ച് വന്നോ? ഇതിന്റെ പർച്ചേസ് പ്രൈസ് 200. ഇത് ഇവിടെ 7.5 ആവറേജ് ഇൻവെന്ററി. ഓക്കെ. പിന്നെ ടോട്ടൽ കോസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇത്രയാണ് വരുന്നത്. ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് ഇത്രയാണ് വരുന്നത്. ഇവിടെ ലാഭമാണ് എന്തായാലും. കാരണം ഇപ്പൊ ഇത്രയും കോസ്റ്റ് ഉണ്ടായിരുന്നു, ഡിസ്കൗണ്ട് കൊടുത്തതുകൊണ്ട് അത് കുറഞ്ഞു എന്ന് മനസ്സിലായി. എത്രയാ കുറഞ്ഞെന്ന് ചോദിച്ചാൽ 23,400 ചെയ്യണോ?
വന്ന റിഡക്ഷൻ ആണ് 23,400 എന്ന് പറയുന്നത്. അപ്പൊ ഫൈനൽ ആൻസർ നെറ്റ് ബെനിഫിറ്റ് ഓഫ് 23,400. ഓക്കെ ആണോ ഇവിടെ വരെ? നമ്മൾ കുറെ ക്വസ്റ്റ്യനായി ചെയ്യുന്നു. എടുക്കോ? കുറച്ചും കൂടി ഉള്ളൂ. കുറച്ചും കൂടി ചെയ്താൽ നമുക്ക് സെക്ഷൻ ബിയും തരും. ഓക്കെ അല്ലേ ഇവിടെ വരെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒരാളെ പറഞ്ഞോളൂ, മറ്റേ ആളും കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആണോ? യെസ്. ഇനി പ്രീവിയസ്. Which of the following best describes primary objective of successfully reducing length of the cycle? ഇത് കുറച്ച് പാടാണ്, ഇല്ല ഇത് കുറച്ച് ആലോചിക്കാനുണ്ട്. ആദ്യം എന്താ നമ്മുടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? പൈസ സ്പെൻഡ് ചെയ്യുന്നതിനും പൈസ റിസീവ് ചെയ്യുന്നതിന്റെയും ഇടയിൽ വരുന്ന ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത ദിവസത്തിനെയാണ് നമ്മൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദിവസത്തേക്കായിരിക്കും നമ്മൾ പുറത്തുനിന്ന് പൈസയൊക്കെ ഫിനാൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരിക. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ റിസീവബിൾ ഡേയ്സ് പ്ലസ് ഇൻവെന്ററി ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കുറയ്ക്കുക, ഇല്ലെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെഡ്യൂസ് ചെയ്യുന്ന കഥയാ പറഞ്ഞ. ഈ കിട്ടിയിരിക്കുന്ന ഈ സൈക്കിൾ കുറയണമെങ്കിൽ റിസീവബിൾ ഡേയ്സ് കുറയണം, ഇൻവെന്ററി ഡേയ്സ് കുറയണം, ഇല്ലെങ്കിൽ പേയബിൾ ഡേയ്സ് കൂടണം. ഇത് മൂന്നിലും ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാലേ ആ സൈക്കിൾ കുറയുള്ളൂ. അപ്പൊ നമ്മളിവിടെ വായിക്കുമ്പോൾ എന്താദ്യം ചിന്തിക്കണം എന്ന് വെച്ചാൽ ഇത് മൂന്നിനും എന്താ സംഭവിക്കുന്നത്? കാരണം ഇത് മൂന്നും ഇപ്പൊ ഞാൻ എഴുതിയ പോലെ മാർക്ക് ചെയ്ത പോലെ സംഭവിച്ചാലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ സിറ്റുവേഷൻ ആവുള്ളൂ കുറയാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കുറയണമെങ്കിൽ റിസീവബിൾ ഡേയ്സ് കുറയണം, ഇൻവെന്ററി ഡേയ്സ് കുറയണം, അല്ലെ പേയബിൾ ഡേയ്സ് കൂടണം. എന്താ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത ദിവസത്തെയാണ്. അപ്പൊ അത്രയും ദിവസത്തേക്കായിരിക്കും നമ്മൾ എവിടെന്നെങ്കിലും പൈസ ഒപ്പിക്കേണ്ടി വരിക. ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ പറഞ്ഞ കാര്യങ്ങൾ? കാരണം ഈ ക്വസ്റ്റ്യൻ കുറച്ച് ചിന്തിക്കാനുണ്ട്, ഇതിന്റെ ഓപ്ഷൻസ് കുറച്ച് ട്രിക്കിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ ഇവിടം വരെ? ഇനി ഓപ്ഷൻ വായിക്കാം. ടു മാക്സിമൈസ് സെയിൽസ് ബൈ ഓഫറിംഗ് മോർ ജനറസ് ക്രെഡിറ്റ് ടേംസ് ടു കസ്റ്റമർ. കസ്റ്റമേഴ്സിന് വീണ്ടും ക്രെഡിറ്റ് സെയിൽ കൂടുതൽ ചെയ്യാം. ക്രെഡിറ്റ് സെയിൽ കൂട്ടി ചെയ്ത റിസീവബിൾസ് കൂടുതലല്ലേ ചെയ്യുക. നമുക്ക് എന്തായിരുന്നു വേണ്ടേ? റിസീവബിൾ എന്ന് പറയുന്നത് കുറയായിരുന്നു നമുക്ക് വേണ്ടത്. റിസീവബിൾസ് കുറഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ഇവിടെ പറഞ്ഞ പ്രകാരം റിസീവബിൾസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തേത് തെറ്റാണ്. ടു ഇൻക്രീസ് ദ കമ്പനീസ് ലിക്വിഡിറ്റി ബൈ കൺവേർട്ടിംഗ് ഓൾ നോൺ കറന്റ് അസറ്റ് ടു ക്യാഷ്. അതിൽ എന്താ കാര്യമുള്ള? ലിക്വിഡിറ്റിയും അസറ്റ് വിൽക്കുന്നതും ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അസറ്റ് വിറ്റ് പൈസ ഒപ്പിക്കുന്നില്ല, ബിസിനസ് അടച്ചു കൂട്ടി പോകില്ല. നോൺ കറന്റ് അസറ്റ് എല്ലാം കൂടി വിറ്റ് പൈസ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളോ ബിസിനസ് തന്നെ അവിടെ നടക്കില്ല. അപ്പൊ അത് തെറ്റാണ്. ടു മിനിമൈസ് എക്സ്റ്റേണൽ ഫിനാൻസ് റിക്വയർഡ് ടു ഫണ്ട് ദി ഡേ ടു ഡേ ഓപ്പറേഷൻ. ഡെയിലി വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ ഫിനാൻസ് കുറച്ചാൽ അത് നല്ലതല്ലേ? കാരണം എന്തായിരുന്നു നമ്മുടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ മീനിങ്? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമ്മുടെ കയ്യിൽ എത്ര ദിവസത്തേക്ക് പൈസ ഇല്ല, ആ ലെങ്ത്തിനെയാണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ദിവസത്തേക്ക് നമ്മൾ പൈസ ഒപ്പിക്കണമായിരുന്നു. എക്സ്റ്റേണൽ ഫിനാൻസ് ഈ ലെങ്ത് കൂടുന്തോറും നമ്മൾ കുറെ അധികം എടുത്തോണ്ടിരിക്കണം. അപ്പൊ ഈ ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എടുക്കുന്ന ഫിനാൻസ് കുറഞ്ഞാലും പോരെ. അപ്പൊ ഏതെങ്കിലും വഴി നമ്മൾ എടുക്കുന്ന ഫിനാൻസ് കുറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെയാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ടു എൻഷുർ കമ്പനി ക്യാൻ എലിമിനേറ്റ് ഇറ്റ്സ് ബഫർ ഇൻവെന്ററി ഇമീഡിയറ്റ്ലി. ബഫർ ഇൻവെന്ററി കുറച്ച എന്താ സംഭവിക്കുക? ഇൻവെന്ററി എന്ന് പറയുന്ന വാല്യൂ കുറയുക. പക്ഷെ അത് ഒറ്റയടി കുറച്ച് നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ കുടുക്കി പോലെ ജസ്റ്റ് ഇൻ ടൈം ആക്കുക എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന് റിഡക്ഷൻ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻവെന്ററി ഡേയ്സ് കുറയും. പക്ഷെ ബഫർ സ്റ്റോക്ക് കുറയ്ക്കുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നാൽ കുടുങ്ങി പോലെ. ടോട്ടൽ അതല്ലാത്ത ഇൻവെന്ററിന്റെ പീരീഡ് നമ്മുടെ ഇൻവെന്ററിന്റെ സെയിലൊക്കെ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ബഫർ ഇൻവെന്ററി നമ്മൾ കുറച്ച് വെക്കുന്നതിനെ കൊണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? ഇഒക്യു കണ്ടുപിടിക്കാനാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഇഒക്യുവിന്റെ ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് 2COD/CH. ഇവിടെ എല്ലാ വാല്യൂസ് ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യന്റെ എല്ലാ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യും. സ്ക്വയർ റൂട്ട് SQRT നമ്മുടെ കാൽക്കുലേറ്ററിലാണെങ്കിൽ ലാസ്റ്റ് അടിച്ചിട്ട് ലാസ്റ്റ് സ്ക്വയർ റൂട്ട് കൊടുത്താൽ മതി. 2 × CO ×
ഡിമാൻഡ് ഡിവൈഡഡ് ബൈ CH. 21909 ആണ് വരണ്ടേ. 21909 ഓപ്ഷൻ കഴിഞ്ഞു. ഈ 5 കഴിഞ്ഞു. സെക്ഷൻ ബിയിൽ രണ്ടാമത്തെയും കഴിഞ്ഞു. അപ്പൊ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരൊറ്റ ചോദ്യം കൂടെ വരും സെക്ഷൻ ബി. അത് റിസ്ക് മാനേജ്മെന്റ് ആയിരിക്കും. കാരണം മിക്കവാറും ഞാൻ പറയുന്നതാണ് ബിസിനസ് വാല്യുവേഷൻ റിസ്ക് മാനേജ്മെന്റും സെക്ഷൻ ബിയിലാണ്. സെക്ഷൻ സിയിൽ വരില്ല. എയില് എന്തായാലും അതൊരു 10 മാർക്കിന് ചോദിക്കാൻ പറ്റൂല. 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു സെക്ഷൻ ബി റിസ്ക് മാനേജ്മെന്റ്, ഒരു സെക്ഷൻ ബി ബിസിനസ് വാല്യുവേഷൻ ആയിരിക്കും 90% ഓഫ് ദി ടൈം. മിക്ക കേസിലും അങ്ങനെ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മെയിൻ അഡ്വാൻറ്റേജ്? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചിട്ടില്ല. US ബേസ്ഡ് ഹോർവത്ത് കമ്പനീന്റെ എന്തൊക്കെയോ കഥ പറഞ്ഞിട്ട് നമ്മൾ വായിച്ചിട്ടേ ഇല്ല. നേരെ ഞാൻ തിയറി എടുത്തത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഓപ്ഷൻ ഓവർ ഫോർവേഡ് കോൺട്രാക്ട്? എന്തായിരുന്നു അഡ്വാൻറ്റേജ്? ഓപ്ഷനും ഫോർവേഡും. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർവേഡിൽ നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് ബാങ്കിൽ പോയി കൈ കൊടുത്ത് ലീഗൽ ആൻഡ് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയാണ്. അവിടെ നമ്മളൊരു റേറ്റ് ഇന്നേ ഫിക്സ് ചെയ്യാണ്. ആ റേറ്റിനെയാണ് ലോക്ക് ഇൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അതേ സമയത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ആ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു പ്രീമിയം അടയ്ക്കണം. എക്സ്പെൻസീവ് ആണ് ഓപ്ഷൻ. ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം ഫോർവേഡിനേക്കാൾ എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ പ്രീമിയം അടയ്ക്കണം. പക്ഷെ ആ പ്രീമിയം അടയ്ക്കുന്നതിന് കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ മാർക്കറ്റിൽ മോശം സിറ്റുവേഷൻ ആണെങ്കിൽ ഫോർവേഡ് നമ്മളെ രക്ഷിക്കും, അതേപോലെ ഓപ്ഷൻ നമ്മളെ രക്ഷിക്കും. പക്ഷെ അതേ സമയത്ത് മാർക്കറ്റിൽ ഫേവറബിൾ ആണെങ്കിൽ, നമ്മൾ വിചാരിച്ച പോലെയല്ല നല്ല പോലെയാണ് കാര്യങ്ങൾ പോയെങ്കിൽ ഒരിക്കലും ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമ്മൾ ബാങ്കിൽ പോയി കൈ കൊടുത്താൽ പിന്നെ പോരാൻ പറ്റില്ല. അതിനല്ലേ ലീഗൽ ആൻഡ് ബൈൻഡിങ് എന്ന് പറയാം. അപ്പൊ അവിടെ നമ്മൾ അതിൽ ലോക്കായി. അപ്പൊ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അതേ സമയത്ത് ഓപ്ഷൻ ആയിരുന്നെങ്കിൽ, ഓപ്ഷൻ ആ പേര് തന്നെ ഉണ്ട്, വേണേ കൈ ഊരിങ്ങ് പോവാം. ആദ്യം ഫോർവേഡിലാണെങ്കിൽ കൈ കൊടുത്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് ഓപ്ഷനിലാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, എല്ലാ കൈ ഊരി നമുക്ക് പോകാൻ പറ്റും. ഇനി വായിച്ചു നോക്കുക ഓരോ ഓപ്ഷൻ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് ചീപ്പർ ടു സെറ്റപ്പ്. ഓപ്ഷൻ ചീപ്പർ ടു സെറ്റപ്പ് എന്നാ പറയുന്നത്. ഫോർവേഡ് ഇസ് കമ്പയർ ചെയ്തും ആണോ? അല്ല, കാരണം ഓപ്ഷന്റെ പ്രീമിയം അടക്കണ്ടേ. അപ്പൊ അത് തെറ്റാണ്. അടുത്ത, ഇറ്റ് അലൗസ് ദ കമ്പനി ടു ബെനിഫിറ്റ് ഇഫ് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്സ് ഇൻ ഇറ്റ്സ് ഫേവർ. ഫേവറബിൾ സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും ഓപ്ഷനിൽ എന്നാ പറഞ്ഞത്. അത് കറക്റ്റ് അല്ലേ? അഡ്വേഴ്സ് സിറ്റുവേഷൻ ആണ് രണ്ടിലും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരുന്നു, ഒരു മാറ്റമില്ല. ഫോർവേഡ് ആണെങ്കിലും ഓപ്ഷൻ ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഫേവറബിൾ സിറ്റുവേഷന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അത് ഏതിൽ മാത്രമേ കിട്ടുള്ളൂ? അത് ഓപ്ഷൻസിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്തത് ലീഗലി ബൈൻഡിങ് ആണ്. ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ഓപ്ഷൻ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്, ക്യാൻസൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഊരിപ്പോരാം. ഫിക്സഡ്, ഇറ്റ് ഫിക്സസ് ദി എക്സാക്ട് റേറ്റ് ടുഡേ. അല്ല, എക്സാക്ട് റേറ്റ്, ഇന്നത്തെ എക്സാക്ട് റേറ്റ് എത്രയാന്ന് പറയുന്നത് എവിടെയാണ്? ഇന്നത്തെ എക്സാക്ട് റേറ്റ് പറയുന്നത് എവിടെയാണ്? അത് ഫോർവേഡ് കോൺട്രാക്ട് ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മരിപ്പുറത്തെ ചോദ്യം ഒന്നും വായിക്കേണ്ട തന്നെ ഒരെണ്ണം ഞാൻ കറക്റ്റ് ചെയ്തു. ഡോളർ വാല്യൂ ഓഫ് റെസിപ്റ്റ് യൂസിങ് മണി മാർക്കറ്റ് ഹെഡ്ജ്. ഇത് ചെയ്യണ ചോദ്യം വായിക്കണം വീണ്ടും. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെയോ തിയറി വന്നിട്ടുണ്ടോ? 2 തിയറി എന്തായാലും ഉണ്ടാവും. 4 പ്രോബ്ലം ഒരു തിയറി ചോദിക്കില്ല. 3 തിയറി 2 പ്രോബ്ലം വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ 2 തിയറി 2 പ്രോബ്ലം ഉറപ്പാ. 5 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 2 പ്രോബ്ലം 2 തിയറി, ഇത് ഉറപ്പാ. ബാലൻസ് വരുന്ന ഒന്ന് ഏത് വേണമെങ്കിലും ആവാം. പ്രോബ്ലം ഉറച്ചു വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മണി മാർക്കറ്റ് ഹെഡ്ജാ ചോദിച്ചാൽ നിങ്ങൾ മെട്രിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നവരുണ്ടാവും, അതേപോലെ സ്റ്റെപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നവരുണ്ടാവും. ഞാൻ സ്റ്റെപ്പ് ഉപയോഗിച്ച് പറഞ്ഞുതരാം. മെട്രിക്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഏതാ നിങ്ങൾക്ക് കംഫർട്ടബിൾ അങ്ങനെ തന്നെ ചെയ്യാം. അതിന് 3 സ്റ്റെപ്പുകൾ എഴുതുന്നു. മണി മാർക്കറ്റ് ഹെഡ്ജിങ് ചെയ്യുന്ന, മണി മാർക്കറ്റ് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 സ്റ്റെപ്പ് എഴുതും. സ്റ്റെപ്പ് 1, ഡിസ്കൗണ്ടിങ് ഫോറിൻ കറൻസി. ഡിസ്കൗണ്ടിങ് ഫോറിൻ കറൻസി. സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 2 എന്താ പറയുന്നത്? സ്റ്റെപ്പ് 2, കൺവേർട്ട് ടു ഹോം കറൻസി. കൺവേർട്ട് ടു ഹോം കറൻസി. ഹോം കറൻസിയിൽ കൺവേർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്തായിരുന്നു? നിങ്ങൾ മെട്രിക്സ് ഉപയോഗിച്ച് ചെയ്താൽ ഇതേപോലെ തന്നെയല്ലേ? കോമ്പൗണ്ടിങ് ഹോം കറൻസി. ഹോം കറൻസിനെ കോമ്പൗണ്ട് ചെയ്യണം. ഇവിടെ ഉപയോഗിക്കേണ്ട റേറ്റുകളും നമ്മൾ മെൻഷൻ ചെയ്ത് വെക്കണം ആദ്യം. കൺവേർട്ട് ചെയ്യുന്നത് ഇന്നാണ്, അതല്ലേ മണി മാർക്കറ്റ് ഹെഡ്ജിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ട്രാൻസാക്ഷൻ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട റേറ്റ് സ്പോട്ട് റേറ്റ് ആണ്. സ്പോട്ട് റേറ്റ് ഒന്നും മിസ്സാവരുത്. സ്പോട്ട് റേറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സ്പോട്ട് റേറ്റ്. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതി ഓരോന്നായിട്ട് ചെയ്യാൻ മുമ്പ് ക്വസ്റ്റ്യൻ വായിക്കാം.
US ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് 2 മില്യൺ റിസീവ് ചെയ്യാനുണ്ട്. റെസീവ്ഡ് 3 months ടൈമിലാണ് റിസീവ് ചെയ്യാനുള്ള. മാർക്കറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ ഫ്യൂച്ചർ എടുത്ത് ഹെഡ് ചെയ്താലും ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ അവർ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസും അവർക്ക് പ്രിഫറബിൾ ആണ് എന്നുള്ള പോലെ ഏത് വേണേൽ ചെയ്യാൻ, ഞങ്ങൾക്ക് എങ്ങനെ റിസ്ക് ഒഴിവായാൽ മതി എന്നാണ് അവർ പറയുന്നത്. അതിൽ താഴെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, സ്പോട്ട് റേറ്റും ഫോർവേഡ് റേറ്റും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ബോറോയിങ് ഡെപ്പോസിറ്റ് ഇതാണ്. ഇനി നമുക്ക് MMH പോവാം. MMH ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 2 എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ തീരുമാനിക്കുക ഏത് റേറ്റ് എടുക്കേണ്ടതെന്നുള്ളത്. 2 റേറ്റ് തരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുക തന്നിട്ടുള്ളത് ഫോറിൻ ബൈ ഹോം ആണോ ഹോം ബൈ ഫോറിൻ ആണോ നോക്കുക. ഇനി നമുക്കൊരു ടേബിളൊക്കെ ഉണ്ടായിരുന്നു. 2 കേസാ എപ്പോഴും ഉണ്ടാവുള്ളൂ. പേയ്മെന്റ് ഉണ്ടാവും അതേപോലെ റെസീപ്റ്റ് ഉണ്ടാവും. റെസീപ്റ്റ് ഇതിൽ തന്നെ ഫോറിൻ ബൈ ഹോം ആണോ എന്ന് നോക്കാനുണ്ട്, ഹോം ബൈ ഫോറിൻ ആണോ എന്ന് നോക്കാനുണ്ട്. ഈ 2 കേസസ് ആയിരുന്നു ഉണ്ടായിരുന്നേ. നമ്മൾ ആദ്യം നോക്കുക ക്വസ്റ്റ്യനിൽ റെസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ നോക്കുമ്പോൾ റെസീപ്റ്റ് ആയിരുന്നു, അത് നമ്മൾ ഉറപ്പുവരുത്തി. ഇനി അതിൽ ഫോറിൻ ബൈ ഹോം ആണോ ഹോം ബൈ ഫോറിൻ ആണോ നോക്കാൻ യൂറോസ് 2000 ആണ് കിട്ടേണ്ടത്. നമ്മൾ US ബേസ്ഡ് കമ്പനിയാണ്. US കമ്പനി എന്ന് പറയുമ്പോൾ ഡോളർ ആയിരിക്കും അവരുടെ ഹോം കറൻസി. ഇവിടെ തന്നിരിക്കുന്ന സ്പോട്ട് റേറ്റ് നോക്കുക, യൂറോ വാല്യൂ പെർ ഡോളർ 1 എന്നാണ്. ഇപ്പൊ യൂറോ പെർ ഡോളർ എന്നാണ് തന്നെ. അപ്പൊ ഫോറിൻ ബൈ ഹോം ആണ്. പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ലോവർ, റെസീപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഹയർ. ഇവിടെ ഹൈ, ഇവിടെ ലോ. ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കോളത്തിലെയാണ്. അപ്പൊ ഹയർ വാല്യൂ വേണം എടുക്കാൻ വേണ്ടി. അപ്പൊ ഇവിടുത്തെ ഹയർ വാല്യൂ എന്ന് പറയുന്നത് 0.8840 ആണ്. 0.8840. അപ്പൊ നമ്മൾ ഇന്ന് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പോട്ട് റേറ്റ് 0.8840 ആണെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തു. അതിവിടെ വെച്ചു. ഇനി റെസീപ്റ്റ്. അപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പൈസ വരാനുള്ളത്? റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വരാനുണ്ട്. ഫോറിൻ കൺട്രി എന്ന് പറയുമ്പോൾ യൂറോയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് US പൈസ വരാനുണ്ട്. ഈ പൈസേന്റെ ഫ്ലോ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ബോറോയിങ് ഡെപ്പോസിറ്റ് തീരുമാനിക്കും. എവിടുന്നാണോ പൈസ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് എപ്പോഴും നമ്മൾ ബോറോ ചെയ്യുക. വന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂറോ എന്നാണ്. അപ്പൊ യൂറോയിൽ വേണം ബോറോ ചെയ്യാൻ വേണ്ടി. 2% ആണ് നമ്മുടെ ബോറോയിങ് റേറ്റ് വരുന്നത് ഫോറിൻ കൺട്രിയിൽ. ഇത് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഒരു വർഷത്തെ. നമുക്ക് എത്ര മാസത്തേക്ക് മതി? 3 months ടൈം, 3 മാസത്തേക്ക് മതി. അപ്പൊ ഈ 2%-നെ 3 months ടൈമിലായിട്ടായിരിക്കും നമ്മൾ ബോറോ ചെയ്യുന്നത്. ഫോറിൻ കറൻസി 0.02 ആണ് വരുന്നത്. അതിനെ 3 മാസത്തേക്ക് ആക്കാൻ 3/12. അപ്പോ എത്ര വരും? 0.5% വരും. ഇനി അതേപോലെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഹോം കൺട്രിയിലാണ്. US ഡെപ്പോസിറ്റ് ചെയ്താൽ 3% കിട്ടുക. അതൊരു വർഷത്തേക്കാണ്. അപ്പൊ ഈക്വൽ ടു 0.03 എന്ന് പറയുന്ന 3% ഒരു വർഷത്തേക്ക് ആകുമ്പോൾ ×3/12 എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനി നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാന്ന് നോക്കാം. 2 മില്യൺ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. 1 2 3 1 2 3 1 2 3 മാറിപ്പോയില്ല. നമ്മൾ ആൻസർ തെറ്റൂലേ? ഇത്രയാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയാണ് നമുക്ക് പൈസ റെസിപ്റ്റ് ആയിട്ട് വരാനുള്ളത്. അതിനെ ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇൻറ്റു 1/1+R എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 1+ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തു. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഈ കിട്ടിയ കറൻസി ഏതാന്ന് ചോദിച്ചാൽ യൂറോ ആണ്. യൂറോ 2 മില്യൺ യൂറോനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഈ യൂറോനെ നമ്മുടെ കൺട്രിയിലെ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ചോദിച്ചാൽ നമ്മുടെ ഇതില് ഡോളറിലേക്കാണ് മാറ്റേണ്ടത്. ഡോളർ ഡിനോമിനേറ്റർ ആണ്. ഇപ്പൊ ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നതെന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്ന സ്പോട്ട് റേറ്റ് നോക്കുക. സ്പോട്ട് റേറ്റിൽ 2 കറൻസി, ഒരെണ്ണം ന്യൂമറേറ്റർ കറൻസി ഉണ്ട്, ഒരെണ്ണം ഡിനോമിനേറ്റർ കറൻസി ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് റേറ്റിലേക്ക്, ഏത് കറൻസിയിലേക്കാണ് മാറ്റേണ്ടത് നോക്കുക. ന്യൂമറേറ്റർ കറൻസിയിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കറൻസിയിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് നോക്കുക. ഏത് കറൻസിയാണോ അത് ന്യൂമറേറ്ററിലാണെങ്കിൽ ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്ററിലാണ് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയല്ലേ പഠിച്ചേ? ഇവിടെ യൂറോ പെർ ഡോളറിനായിരുന്നു. നമുക്ക് ഈ ഡോളറിലേക്ക് മാറ്റണ്ടേ. ഈ ഡോളർ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് തന്നിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ കിട്ടിയ റേറ്റിനെ കോമ്പൗണ്ട് ചെയ്യണം ഇൻറ്റു 1+R. 2268071 ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാവും. 2268000 നിയറസ്റ്റ് 1000 പറഞ്ഞു. ഇതാണ് ആൻസർ. മണി മാർക്കറ്റ് ഹെഡ്ജ്. അതും കഴിയും. ഇവിടെ വരെ ഒക്കെയാണോ? യെസ് ഓർ നോ? യെസ് നോ. അടുത്ത, what type of risk arises from the misalignment between exposure date to future contract expiry date?
ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, ഇന്നത്തെ ഡേറ്റും വേറെ ഭാവിയിൽ വരുന്ന ഡേറ്റും, ഈ രണ്ട് ഡേറ്റിലെയും എക്സ്ചേഞ്ച് റേറ്റുകൾ തമ്മിൽ ആയിരിക്കും അപ്പൊ വ്യത്യാസം വരുന്നത്. ഈ രണ്ട് ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് മാറുക എന്ന് പറയുമ്പോൾ അവരുടെ ബേസിസ് മാറിയത് കൊണ്ടല്ലേ. ബേസിസ് ഇന്നത്തെ ബേസിസ് ആയിരിക്കില്ല, കുറച്ച് ദിവസത്തിന് ശേഷം വരുന്നത്. അതുകൊണ്ട് അവിടെ ആ ബേസിസിന്റെ ഡിഫറൻസ് കൊണ്ട് വരുന്നതാണ് ആ റിസ്ക് ആണ് അവിടെ അറൈസ് ചെയ്യുന്നത്. അതാണ് ബേസിസ് റിസ്ക് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി അല്ല, ക്രെഡിറ്റ് റിസ്ക് അല്ല, കൗണ്ടർ പാർട്ടി റിസ്ക് അല്ല, ഇതൊന്നുമല്ല. ബേസിസ് റിസ്ക് ആണ് നമ്മളെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനല്ല. ഫോർവേഡ് മാർക്കറ്റ് എഡ്ജിൽ എന്താ ചെയ്യുക? കിട്ടിയതിൽ നിന്ന് ഡോളർ വാല്യൂയിലേക്ക് മാറ്റുക. നമ്മുടെ ഓപ്ഷൻസ് എല്ലാം ഡോളറിലേക്ക് മാറ്റണം. ആ 2 മില്യൺ യൂറോനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ഫോർവേഡ് റേറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഫോർവേഡ് റേറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ 2 മില്യൺ ഡിവൈഡഡ് ബൈ ആ ഫോർവേഡ് റേറ്റ് എന്ന് പറയുമ്പോൾ 3 മന്ത് ഫോർവേഡ് റേറ്റ് തന്നെ എടുക്കാൻ വേണ്ടി. 3 മന്ത് ഫോർവേഡിലേക്ക് 2 റേറ്റ് ഉണ്ട്. 2 റേറ്റിൽ എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞിട്ടുള്ളൂ. ടേബിൾ ഒക്കെ വരച്ചിട്ട് അതിൽ ഹയർ വാല്യൂ എടുക്കട്ടെന്ന് പറഞ്ഞു. ഹയർ വാല്യൂ ആണ് 0.8790. ഇപ്പൊ ഡിവൈഡഡ് ബൈ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോളറിലേക്കല്ലേ മാറ്റണ്ടേ. അപ്പൊ ഡോളർ ഡിനോമിനേറ്ററിലാണ് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ MMH പറഞ്ഞപ്പോഴേ പറഞ്ഞു. ഡിവൈഡഡ് ബൈ 0.8793 2275313 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതിന്റെ ആൻസർ കിട്ടി. ഇവിടെ വരെ ഒക്കെയാണോ? ഫോർവേഡ് ഇവിടെ ഇതൊക്കെ ചെയ്യാൻ ഒരു മിനിറ്റ് മതി. നമുക്ക് നേരെ ഡിവൈഡ് ചെയ്യാൻ ആൻസർ കണ്ടുപിടിച്ചു. ഫോർവേഡ് മാർക്കറ്റ് എഡ്ജിൽ നമുക്കൊരു ലോക്കിൻ റേറ്റ് തരിക ചെയ്യാം. ആ റേറ്റിൽ നമുക്ക് കൺവേർട്ട് ആവുള്ളൂ. ഓപ്ഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫോർവേഡ് ഓപ്ഷൻസ് തമ്മിൽ വ്യത്യാസം പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞതാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് കറൻസി റിസ്ക് ഈസ് ഫോർവേഡ് കമ്പനി ഫേസിംഗ് റിഗാർഡിംഗ് ദിസ് സ്പെസിഫിക് റെസിപ്റ്റ്? ഈ ഒരു സിംഗിൾ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് അയാൾ ഫേസ് ചെയ്യുന്ന റിസ്കിനെ എന്ത് റിസ്ക് എന്നാ പറയുക? ട്രാൻസാക്ഷൻ റിസ്ക് എന്നല്ലേ പറയാ. ട്രാൻസാക്ഷൻ റിസ്ക്. ബേസിക് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ 2-3 തിയറിയും 2 പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്തു. ഓക്കെ ആണോ പറഞ്ഞതല്ല? ഇപ്പൊ സെക്ഷൻ എ ആൻഡ് ബി കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ എ ആൻഡ് ബി എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊന്നുമില്ല. പക്ഷെ ചെയ്തതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും തിയറിയാണ്. പ്രത്യേകിച്ച് സെക്ഷൻ എയിൽ 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു 10 എണ്ണവും തിയറിയും 5 എണ്ണം ആയിരിക്കും പ്രോബ്ലം ആയിട്ട് വന്നത്. അപ്പൊ എക്സാമിനും ഇത് എക്സ്പെക്ട് ചെയ്യാം. എപ്പോഴും പ്രോബ്ലം ആയിരിക്കും കൂടുതൽ എന്ന് വിചാരിക്കരുത്. തിയറി കൂടുതലും ഇപ്പൊ ചോദിച്ച് കാണാറുണ്ട്. റീസെന്റ് പാറ്റേൺ അതാണ്. അതിലും ചോദിക്കുന്ന തിയറിയൊക്കെ 2 ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് തിയറി ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച കൺസെപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ തിയറി ഉണ്ട്. ഡയറക്റ്റ് തിയറി ഒക്കെ ചോദിച്ചാൽ ഭയങ്കര സുഖമാണ് ആൻസർ ചെയ്യാൻ. ഇന്നിപ്പോ നമ്മൾ ചെയ്ത മോക്കിലും കുറെ ഡയറക്റ്റ് തിയറീസ് ഒക്കെ ഉണ്ട്. ഇവിടെ വരെ ഓക്കെ ആണോ എല്ലാവർക്കും? യെസ് ഓർ നോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ. ഇപ്പൊ ബാക്കി നാളെ സെക്ഷൻ സി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടൈമിങ്ങിന്റെ, നിങ്ങൾ സമയം എങ്ങനെ മാനേജ് ചെയ്യണം, എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നാളെയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അവിടെ ഒരു സെക്ഷൻ സി വന്നാലും 20 മാർക്കിനാണ് ഉണ്ടാവുക ഒരു സി. അതിലെങ്ങനെ പോയാലും 12 മാർക്ക് നമുക്ക് സുഖമായി കിട്ടാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് എത്ര ടഫ് ആയാലും അവർ എത്ര മാക്സിമം നമുക്ക് ചാലഞ്ചിങ് ആക്കിയാലും ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 12 മാർക്ക് നമുക്ക് സുഖമായി കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നാളത്തെ ഡേയിൽ പറയാം. അപ്പൊ ഇന്നത്തെ ഡേ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് വാച്ച് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ചോദിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. കുറച്ച് ദിവസം കൂടെ എക്സാമിനുള്ളൂ. അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് റിവൈസ് ചെയ്ത് സെറ്റപ്പിൽ പഠിക്കുക.